ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. परमेश्वर की विशेष उपस्थिति यहाँ पर उतर आई है. ദൈവം സർവജ്ഞാനിയാണ്, परमेश्वर सर्वज्ञानी है, സർവശക്തനാണ്, सर्वशक्तिशाली है, സർവവ്യാപിയാണ്, सर्वव्यापी है. അതിന്റെ അർത്ഥം ഭൂമിയിൽ എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. उसका मतलब परमेश्वर की उपस्थिति पृथ्वी की हर जगह पर है. പക്ഷെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. लेकिन हमें एक बात पहचाननी है. ദൈവനാമത്തിൽ ദൈവജനം കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം, स्पेशल प्रेजेंस ഉണ്ട്. और यीशु के नाम में जब भी परमेश्वर के लोग एक जगह पर इकट्ठे होते हैं तो वहां परमेश्वर की विशेष उपस्थिति मौजूद रहती है. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. इसलिए परमेश्वर के वचन में लिखा है कि मेरे नाम से जहां भी 2 या 3 इकट्ठे होते हैं उनके बीच में मैं मौजूद रहता हूं. ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെ തന്നെ എന്നാണ്. और परमेश्वर का वायदा बिल्कुल वैसा ही कहता है. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയട്ടെ. और इसीलिए परमेश्वर की उपस्थिति हमारे बीच में क्योंकि आ चुकी है, क्यों न ये हमारा फर्ज बनता है हाथों को उठाकर हम यीशु का धन्यवाद करेंगे. Praise the Lord. Hallelujah. हालेलुया. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച അതേ വേദഭാഗത്തിന്റെ തുടർച്ചയായി ചില ആശയങ്ങൾ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുകയാണ്. पिछली शाम को हम जिस वचन के भाग में से मनन कर रहे थे उसी को मैं आज सुबह जारी रखना चाहता हूं. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിലല്ല ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, जब खुद की जिंदगी नहीं परमेश्वर की कलीसिया की जिंदगी में सबसे बड़ी मुश्किलातों और समस्याओं का सामना उस समय जब लोग कर रहे थे, ഹബക്കൂക്ക് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുകയാണ്. हबक्कुक टूटे हुए दिल से प्रार्थना करता है. ദൈവമേ, ഞാൻ എത്ര നിലവിളിച്ചിട്ട് നീ കേൾക്കുന്നില്ലല്ലോ, എന്താണ് എന്റെ നിലവിളിക്ക് ഒരു മറുപടി ഇല്ലാത്തത്? परमेश्वर मैं इतनी दुहाई दे रहा हूं आप सुन नहीं रहे, जो मैं उत्तर प्रार्थना का चाहता हूं मुझे उत्तर क्यों नहीं दे रहे? ന്യായപ്രമാണം അയഞ്ഞു പോകുന്നു, व्यवस्था ढीली होती चली जा रही ദൈവ है. വചനത്തിന്റെ ആധികാരികത നഷ്ടമായിട്ട് അത് ഡയല്യൂട്ട് ചെയ്യപ്പെടുകയാണ്. परमेश्वर के वचन की आधिकारिकता को, उसके अधिकार को उसमें मिलावट डाल उसे ढीला करता किया जा रहा है. ന്യായം അഥവാ നീതി അതായി വെളിപ്പെടേണ്ടതിന് പകരം നീതി വക്രതയായി വെളിപ്പെടുകയാണ്. न्याय और धार्मिकता को बिल्कुल सही तरीके से लागू करने की बजाय उसे ही दुष्टता में बदला जा रहा है. ആഗ്രഹിക്കുന്നതെന്തോ അതിനനുസരിച്ചല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം എന്തോ അതിനനുസരിച്ചല്ല, ദൈവം ചെയ്യേണ്ടതെന്തോ അതിനനുസരിച്ചല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ നടക്കുകയാണ്. जो चाहते हैं, जो परमेश्वर की मर्जी है, जो परमेश्वर का वचन कहता है उसके मुताबिक नहीं, सब कुछ उसके बिल्कुल विपरीत होता नजर आता है. എന്താ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ, കണ്ണുനീരിന് മറുപടിയില്ലേ? നീ മറുപടി തരാത്ത ദൈവമാണോ? നീ നിശബ്ദനായ ദൈവമാണോ? അതോ നീ ഒന്നും അറിയാത്തവനെ പോലെ, നിർനിമേഷനായിട്ട് ഒന്നും കാണാത്തവനെ പോലെ, കേൾക്കാത്തവനെ പോലെ കഴിയുന്ന ദൈവമാണോ? എന്തുകൊണ്ട്? हे परमेश्वर, क्या तू देख नहीं रहा है? मेरी प्रार्थनाओं का उत्तर क्यों नहीं मिल रहा है? क्या आप देखने के बावजूद भी बिना देखे हुए अंधे बने बैठे हैं, बिना सुने हुए बहरे बने बैठे हुए हैं? आप मेरी प्रार्थना सुन क्यों नहीं रहे? ഹൃദയം തകർന്ന് നിലവിളിക്കുന്നവൻ दिल तोड़ प्रार्थना कर रहा है. മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാക്കി. उसके प्रार्थना ने उसके मन को बदल डाला. എന്റെ ആവലാതി സംബന്ധിച്ച്, मेरी दोहाई के बारे में, എന്റെ പ്രാർത്ഥനയ്ക്ക് मेरी प्रार्थना को എന്റെ ദൈവം എന്തു മറുപടി തരുമെന്ന് അറിയുവാൻ, ये जानने के लिए कि परमेश्वर मुझे क्या उत्तर देगा, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് मैं पहरे पे चढ़कर पहरेदारी कर रहा हूं. യഹോവയുടെ സന്നിധിയിലേക്ക് നോക്കി परमेश्वर की उपस्थिति की ओर देखना शुरू करता हूं. അയ്യോ പ്രാർത്ഥിക്കുന്ന ഹബക്കൂക്കേ, हे प्रार्थना करने वाले हबक्कूक, നിനക്കൊരു ദർശനം ആവശ്യമാണ്. तुझे एक दर्शन की जरूरत है. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നുവെന്നും നിന്റെ ഭാവി എന്താകുന്നുവെന്നും നിന്റെ ജനത്തിന്റെ അഥവാ ദൈവജനത്തിന്റെ ഭാവി എന്താകുന്നെന്നും ഞാൻ കുറിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നീ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. तेरा भविष्य कैसा होगा, तेरे लोगों का भविष्य कैसा होगा, जो मैं करने जा रहा हूं उसके बारे में मैंने कुछ सोच रखा है. तुझे उन बातों को लिखना जरूरी है. ദർശനം
എഴുതി വെക്കുക. दर्शन लिख ले, തെളിവായി എഴുതി വെക്കുക. बिल्कुल स्पष्ट लिख ले, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം തെളിവായി എഴുതി വെക്കുക. ऐसे लिख कि दौड़ने वाला भी पढ़ सके, ഓടി പോകുന്നവന് വായിപ്പാൻ തക്കവണ്ണം തെളിവായി എഴുതി വെക്കുക. दौड़ने वाले भी उसे पढ़ पाए उतना साफ लिख ले. നിനക്ക് ലഭിച്ച ദർശനം കേൾക്കുന്നവൻ ആ ദർശനം കേട്ടുകൊണ്ട് ദൈവപ്രവൃത്തി അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവൻ ഓടിപ്പോകുവാൻ തക്കവണ്ണം തെളിവായി എഴുതി വെക്കുക. आपको जो दर्शन मिला है उसको जो भी व्यक्ति पाता या सुनता है, तो जिसने पाया या सुना वो भी उसको दौड़ते हुए भी पढ़ सके, स्पष्ट लिख ले. നിന്റെ ദർശനം നിനക്കൊരു ഉത്തേജനമായിരിക്കണം. आपका दर्शन आपको प्रोत्साहन देने वाला हो. നിന്റെ ദർശനം നിനക്ക് ആവേശം പകരണം. आपका दर्शन आपके अंदर आवेग पैदा करने वाला हो. നിന്റെ ദർശനം നിന്റെ ആലസ്യത്തിൽ നിന്ന് നിന്നെ ഉണർത്തണം. आपका दर्शन आपके आलसपन से आपको जगाने वाला हो. നിന്റെ ദർശനം നിന്നെ ഊർജ്ജസ്വലനാക്കണം. आपका दर्शन आपको ऊर्जस्व बनाने वाला हो. നിന്റെ ദർശനം കേൾക്കുന്നവർ ഊർജ്ജസ്വലരാകണം. आपके दर्शन को सुनने वाला भी ऊर्जस्व हो जाए, അവരുടെ മയക്കങ്ങൾ മാറണം. उसकी नींद छट जाए, അവരുടെ ക്ഷീണം മാറണം. उसकी थकान हट जाए, അവരുടെ മടി പിടിച്ച സ്വഭാവം മാറണം. उसके आलस से भरा हुआ मन हट जाए, അവർ ഊർജ്ജസ്വലരായി ഓടണം. वो सारे भी ऊर्जावान हो जाएं. എന്തിനു വേണ്ടി? क्यों? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, परमेश्वर के काम को प्रकट करने के लिए, ജീവനുള്ള ദൈവത്തെ അറിയിക്കുവാൻ, जीवित परमेश्वर को लोगों को बताने के लिए, രക്ഷകനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ, और उस उद्धारकर्ता का परिचय लोगों से करवाने के लिए, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക്, अशांत परिवारों में, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക്, शांति खोए बैठे लोगों में, സമാധാനമില്ലാത്ത സമൂഹത്തിന് शांति रहित समाज में സമാധാനം പങ്കുവയ്ക്കുവാൻ, शांति के बारे में बताने, സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ, शांति के राजकुमार यीशु के बारे में बताने, കണ്ണുനീരിന് മറുപടി ഉണ്ടാകുവാൻ, आंसुओं का उत्तर मिलने, നിലവിളിക്ക് മറുപടി ഉണ്ടാകുവാൻ, पुकारों का उत्तर मिलने, നീതി നടപ്പാകുവാൻ, न्याय चुकाने, ദൈവത്തിന്റെ വചനം ശക്തിയോടെ പരക്കുവാൻ, परमेश्वर का वचन शक्ति से फैलाने, ന്യായപ്രമാണം അയഞ്ഞു പോകാതെ ഡൈല്യൂട്ട് ചെയ്യപ്പെടാതെ അത് അതിന്റെ പൂർണ്ണതയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, बिना ढीले किए मिलावट किए वचन को व्यवस्था को लोगों तक पहुंचाने അതിനുള്ള ഒരു ദർശനമാണ് നീ പ്രാപിക്കുന്നത്. के लिए एक दर्शन जरूरी है. അയ്യോ ദൈവമേ, ദർശനം കിട്ടിയിട്ട് എത്ര വർഷമായി? हे परमेश्वर, मुझे दर्शन मिले कितने साल हो गए. ദർശനം അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ പോകുന്നു. दर्शन वहां बैठा हुआ है, मैं अपनी गति जा रहा हूं. ദാവീദ് എന്ന ദൈവപുരുഷൻ दाऊद नामक परमेश्वर का भक्त അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. अपने पिता के भेड़ों को चरा रहा. അവന്റെ വീട്ടിൽ യഹോവയുടെ പുരുഷൻ, യഹോവയുടെ ദാസൻ കടന്നു വന്നു. उसके घर में परमेश्वर का एक जन पहुंचता है, പ്രവാചകനായ ശമൂവേൽ, भविष्यद्वक्ता शमूएल, യഹോവയ്ക്ക് പ്രിയനായ വിശ്വസ്ത പ്രവാചകൻ, यहोवा को प्रसन्न रखने वाला, परमेश्वर को भावने वाला एक भविष्यद्वक्ता. വെറുതെ അല്ല ദാവീദിന്റെ വീട്ടിലേക്ക് വന്നത്. ये ऐसे ही दाऊद के घर में नहीं आया था. ഇശ്ശായിയുടെ മക്കളിൽ ഒരുവനെ യഹോവയായ ദൈവം ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. परमेश्वर ने ये निर्णय ले लिया था कि यिशै के बच्चों में से एक बेटे को इस्राएल का राजा होने के लिए मैंने चुन लिया है. അവന്റെ തലമേൽ അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുവാൻ തൈലത്തിന്റെ തൈലക്കൊമ്പുമായി ശമൂവേൽ ഇശ്ശായിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. और उसके सिर पर तेल डालकर अभिषेक करने के लिए तेल भरा सींग लेकर ये यिशै के घर पर पहुंच गया. അപ്പൻ വിചാരിച്ചു മൂത്തവനെയാണ് ദൈവം കണ്ടതെന്ന്. पिता ने सोचा बड़े वाले को प्रभु ने चुना होगा. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയുണ്ട്, നല്ല വാഗ്ധോരണിയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാ കഴിവുകളും മൂത്തവൻ ഒത്തിണങ്ങിയിട്ടുണ്ട്. हट्टा कट्टा है, होशियार है, पढ़ा लिखा है, अच्छा उत्तर देता है, बुद्धिमान है, वो बड़ा बेटा ही चुन लिया गया പക്ഷെ होगा. അവൻ വന്ന് മുൻപ് നിൽക്കുക. वो आकर सामने खड़ा हुआ. ദൈവം പറയുക, परमेश्वर कहता है, ശമൂവേലേ, हे शमूएल, ഇവനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, इसको नहीं चुना. രണ്ടാമത്തവനെ വരുത്തി.
दूसरा भी आया, ശമൂവേലിനും ബോധിച്ചു അവനും കൊള്ളാം. शमूएल को लगा यही होगा, ദൈവം പറഞ്ഞു ഇവനല്ല. परमेश्वर ने बोला नहीं भाई। മൂന്നാമത്തവനെ വരുത്തി, तीसरा भी आया, അതും അങ്ങനെ തന്നെ. वो भी वैसा ही लगा। ഏഴാമത്തവനെ വരുത്തി, सातवें को भी लाया गया, അവനെ കുറിച്ചുള്ള തീരുമാനവും ദൈവത്തിൻ്റെത് അങ്ങനെ തന്നെ. और उसके बारे में भी परमेश्वर ने बोला नहीं ये नहीं। ശമൂവേൽ നോക്കിയപ്പോ ഇനി അവിടെ മക്കളെ ആരെയും കാണുന്നില്ല. शमूएल ने इधर उधर देखा, कोई बच्चा അയ്യോ बचा ही ഇനി नहीं, മക്കളില്ലല്ലോ, क्या और बच्चे नहीं, വേറെ മക്കളെ ആരെയും അവിടെ കാണുന്നില്ല. और कोई बच्चे दिख नहीं रहे। അപ്പൊ ശമൂവേലിനൊരു സംശയം. तब शमूएल को शक, ഇശ്ശായിയെ വിളിച്ച് ചോദിക്കുക, ईशे को बुलाया, ഇനി നിനക്ക് മക്കളുണ്ടോ? और भी कोई बच्चा है? ഉണ്ട്. हाँ है। എവിടെ? कहाँ है? അവൻ ആടിനെ തീറ്റാൻ പോയേക്കുക. भेड़ों को चरा रहा है। വീട്ടിൽ ഒരു രാജാവിനെ വാഴിക്കുമ്പോൾ ആ വീട്ടിലെ ഇളയ പുത്രൻ ആടുമായി വയൽ പ്രദേശത്താണെങ്കിൽ മരുഭൂമിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും അവനെ കൊള്ളില്ലെന്നാ അതാ ഞാൻ മനസ്സിലാക്കുന്നത്. यहाँ पे जब घर पे राजशाही हो रही है और उस उत्सव में यदि वो व्यक्ति जो भेड़ चराने के लिए जंगल भेज दिया गया है तो उस उत्सव में भी भाग लेने की एक मिनिमम योग्यता भी उसमें नहीं है। രണ്ട്, दूसरी बात, അവന്റെ അപ്പൻ അത്രയ്ക്കുള്ള സ്നേഹമേ അവനോട് ഉണ്ടായിരുന്നുള്ളൂ. पिता का उसके प्रति प्रेम इतना ही था। ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. मेरे को एक बात इससे पता चला, അവന്റെ ആടുകളോടുള്ള സ്നേഹം പോലും ഈ മകനോടില്ല. भेड़ों से जितना पापा प्रेम करता था बेटे से नहीं करा। ആട് സംരക്ഷണമാണ് അദ്ദേഹത്തിന് വലുത്. भेड़ को बचाना उसके लिए मुख्य मकसद। എടാ, വീട്ടിൽ നിന്ന് രാജാവിനെ വാഴിക്കുക, രാജാവ് വരാൻ പോവുക, അപ്പോഴും അവന്റെ മനസ്സിൽ മകനേക്കാൾ കൂടുതൽ ഇഷ്ടം, പ്രാധാന്യം, കരുതൽ അവന്റെ ആടുകളോടാണ്. यहाँ पे घर पे राजपोशी हो रही है, कोई राजा बनने जा रहा है तो भी उस समय अपने बेटे से भी बढ़कर इसकी चिंता उसकी भेड़ है। ശമൂവേൽ പറയുക, शमूएल कहता है അവൻ വന്നിട്ടല്ലാതെ പന്തിയിലിരിക്കത്തില്ല. जब तक वो नहीं आ जाए भोजन पे नहीं बैठेंगे। ദാവീദ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. दाऊद ने अपनी टिप्पणी इसके बारे में दी है, എന്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു. मेरे माता पिता ने भी छोड़ दिया, എന്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു. मेरे माता पिता ने भी छोड़ दिया, സഹോദരൻ നിന്നെ ഉപേക്ഷിച്ചു, भाइयों ने छोड़ा, സ്നേഹിതർ നിന്നെ ഉപേക്ഷിച്ചു, चहेतों ने छोड़ा, കുടുംബക്കാർ നിന്നെ ഉപേക്ഷിച്ചു, परिवार वालों ने छोड़ा, നാട്ടുകാർ നിന്നെ ഉപേക്ഷിച്ചു, गांव वालों ने छोड़ा, സമൂഹം നിന്നെ ഉപേക്ഷിച്ചു, समाज ने छोड़ा, സകല ആളുകളും ഉപേക്ഷിക്കാം. सबने छोड़ दिया। ജനിപ്പിച്ച അപ്പനും 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന അമ്മയും നൊന്ത് പ്രസവിച്ച അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മകനോ ഒരു മകൾക്കോ അത് സഹിക്കാൻ പറ്റില്ല. जन्माने वाला बाप या फिर 9 महीने पेट में रख जन्माने वाली माँ यदि कह दे कि मैं तुझे नहीं पसंद करती तो इससे बड़ा दर्द एक बेटे के लिए और कुछ नहीं होता। Praise the Lord. हालेलुया। ദാവീദിന്റെ അടുത്ത വാചകം दाऊद को कहता है, യഹോവയോ എന്നെ ചേർത്തുകൊണ്ടു. यहोवा, दाऊद कहता है कि परंतु परमेश्वर ने मुझे अपनी ओर ले लिया। ലോകത്തിലെ സകല മനുഷ്യരും എന്നെ തള്ളിക്കളഞ്ഞെങ്കിലും യഹോവയായ ദൈവം എന്നെ തന്നോട് ചേർത്തു നിർത്തി അവന്റെ മാറോടണച്ചു. അവന്റെ ഹിതപ്രകാരമുള്ള അവന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി അവൻ എന്നെ ചേർത്തു നിർത്തി. दुनिया वालों ने छोड़ दिया लेकिन दुनिया को बनाने वाले ने मुझे अपने गले लगाया, अपने पास लेकर आया। मेरे दिल के करीब रहने वाला मुझे अपना बच्चा बना लिया। ദാവീദിന്റെ തലമേൽ അഭിഷേക തൈലം ഒഴിച്ചു. उस दाऊद के ऊपर अभिषेक का तेल उंडेला गया। ദാവീദിനെ രാജാവായി വാഴിച്ചു. दाऊद को राजपोशी दी गई। ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി. दाऊद राजा, इस्राएल का राजा बन गया। പക്ഷേ ദാവീദ് നീ ഇപ്പൊ എവിടാ? लेकिन दाऊद अब तू है कहां? പിന്നെയും പഴയ പണിയില്ല. वही पुराना काम दोबारा, ആടിനെ തീറ്റുക. भेड़ों को चराना। സിംഹാസനം വന്ന് കിട്ടിയില്ല. सिंहासन उसी दिन नहीं मिला, കിരീടം വന്ന് കിട്ടിയില്ല. मुकुट उसी दिन नहीं मिला, അധികാരത്തിന്റെ പൊൻശങ്കോൽ അന്ന് കിട്ടിയില്ല. പൊൻശങ്കോൽ और या उसी समय उसे सोने का दंड नहीं मिला, മുദ്രമോതിരം അവന്റെ കൈകളിൽ കിട്ടിയില്ല. अंगूठी तक अधिकार की नहीं मिली, കൊട്ടാരത്തിലെ വാസം അവൻ അനുവദിച്ചില്ല. महल का वास उसके लिए तैयार नहीं हुआ। അഭിഷേക തൈലം വീണുന്നുള്ളത് സത്യമാണ്. പക്ഷെ തൈലം ലഭിച്ചവൻ, തൈലാഭിഷേകം ലഭിച്ചവൻ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ പിന്നെയും എവിടെ? ആടുകളുമായി പഴയതുപോലെ വനാന്തരത്തിലും കാടുകളിലും മരുഭൂമിയിലും നടക്കുകയാണ്. यहाँ पे ये सही है कि अभिषेक मिल गया है, लेकिन जिसको तेल का अभिषेक मिला वो आज कहां है? जंगल में है, भेड़ों के बीच में है, अभी भी दर दर
രാജാവായ ശൗലിന്റെ ധൈര്യം നഷ്ടപ്പെട്ടപ്പോൾ और यहाँ पे राजा शाऊल का जब वो जब खत्म हो गया, ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുൻപാകെ നേരെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ जब गोलियत की सारी धमकियों के सामने वो खड़ा नहीं रह पाया, അവന്റെ സൈന്യം പരാജയ ഭീതിയിൽ കഴിയുമ്പോൾ और जब पूरी सेना डर के हार के डर में पड़ी हुई थी, യുദ്ധപരിശീലനമില്ല, युद्ध के बारे में जो नहीं जानता, ആയുധ പരിശീലനമില്ല, हथियार को जो नहीं पहचानता, ആധുനിക ആയുധങ്ങളില്ല, कोई हथियार उसके पास है ही नहीं, യുദ്ധത്തിന് ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളില്ല, युद्ध में इस्तेमाल किया जाने वाला ഒരു वस्त्र नहीं, സാധാരണക്കാരനെ പോലെ, एक साधारण व्यक्ति के तौर पर, ഒരു സാധാരണക്കാരനെ പോലെ एक आम आदमी बनकर കയ്യിൽ ഒരു കവണയും अपने हाथ में गोफेन മിനുസമുള്ള 5 കല്ലുകളുമായി और बिल्कुल चिकने 5 पत्थर लेकर, രാജാവ് ഭയന്ന് നിൽക്കുമ്പോൾ, जब राजा डरा खड़ा था, സൈന്യം ഭയന്ന് നിൽക്കുമ്പോൾ, सेना डरी खड़ी थी, സൈന്യാധിപൻ ഭയന്ന് जब നിൽക്കുമ്പോൾ, सेनापति डरा खड़ा था, മല്ലനായ ഗോലിയാത്തിന്റെ നേരെ और उस बड़े गोलियत के सामने ധൈര്യത്തോടെ ദാവീദ് കടന്നു ചെല്ലുകയാണ്. हिम्मत के साथ दाऊद आता है। സിംഹാസനം ഉണ്ടായിട്ടല്ല, सिंहासन मिलने के बाद की बात മുദ്രമോതിരം नहीं, കയ്യിൽ ഉണ്ടായിട്ടല്ല, हाथ में अंगूठी तक उसके नहीं थी, അധികാരം അവനന്നില്ല, अधिकार उसे मिला नहीं था, പക്ഷേ അഭിഷേകം അവന്റെ തലയിലുണ്ട്. लेकिन उसके ऊपर अभिषेक था। അവൻ പറഞ്ഞ അഭിഷേകത്തോൽ वो जो अभिषेक पा चुका था, അവൻ ശത്രുവായ ഗോലിയാത്തിനെ കൊല്ലുകയാണ്. उसी अभिषेक से जाकर गोलियत को धराशायी करता ദൈവം है। തന്റെ രാജകീയ പുരോഹിത വർഗമായി ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. परमेश्वर ने आपको राजकीय याजक वर्ग बनाकर चुन लिया है। നിനക്ക് നിന്റെ കർത്താവിനോടൊപ്പം ഒരു വാഴ്ചയുണ്ട്. परमेश्वर प्रभु के साथ आपको एक राज दिया गया है। 1000 ആണ്ട് രാജാവായ ക്രിസ്തുവും അവന്റെ പ്രജയായ സഭയും ഒരുമിച്ച് ഈ ഭൂമിയെ വാഴും. और यह प्रभु यीशु मसीह जो राजा बनकर आएगा और हम प्रजा बनकर इसी धरती पर राज करेंगे। ഇന്ന് അധികാരം നിനക്കില്ല, आज वो अधिकार आपके पास नहीं है, പക്ഷെ ഒരു കാര്യമുണ്ട്, लेकिन एक चीज है, ദൈവത്തിന്റെ അഭിഷേക തൈലം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. परमेश्वर के अभिषेक का तेल है, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ തലമേലുണ്ട്. परमेश्वर का अभिषेक है, തിരിച്ചറിയുക, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ തലമേലുണ്ട്. परमेश्वर का अभिषेक आपके ऊपर है। ഒരു ഗോലിയാത്തിനും एक कोई അവൻ गोलियत എത്ര വലിയവനാണെങ്കിലും, चाहे कितना भी बड़ा हो, അവൻ എത്ര चाहे കരുത്തനാണെങ്കിലും, कितना भी हट्टा അവൻ എത്ര ശക്തനാണെങ്കിലും, कितना भी അവൻ शक्तिशाली हो, എത്ര മല്ലനാണെങ്കിലും, कितना भी युद्ध वीरक അവൻ हो, എത്ര ആയുധ പരിശീലനം ലഭിച്ചവനാണെങ്കിലും, कितना भी हथियार चलाना അവന്റെ जानता കയ്യിൽ हो, എത്ര വലിയ चाहे ആയുധമുണ്ടെങ്കിലും, उसके हाथ में कितना भी बड़ा हथियार हो, വലിയ യുദ്ധതന്ത്രങ്ങൾ അവൻ അറിയാമെങ്കിലും, चाहे युद्ध की विद्याएं उसे आती हो, ഗോലിയാത്ത്, एक गोलियत ഗോലിയാത്ത് गोलियत എന്നെ തകർക്കുവാൻ तू खत्म, അഭിഷേകമുള്ള ദാവീദ് മതി. अभी तुझे खत्म करने के लिए अभिषेक पाया हुआ नाटा दाऊद काफी ആ है। വലിയ അഭിഷേകം നിന്റെ തലമേൽ ദൈവം തന്നിട്ടുണ്ട്. परमेश्वर आपको वो अभिषेक दे चुका ആ है। അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? कितने लोग इस अभिषेक की ताकत को समझ सकते ആ हैं? അഭിഷേകത്തിന്റെ ഗുണം തിരിച്ചറിയുന്ന എത്ര इस പേരുണ്ട്? अभिषेक के गुण को कितने लोग जानते हैं? ഹല്ലേലൂയ. हालेलुया। ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്കൊരു സംശയം. मुझे नहीं लगता कि मेरी बात आप पहचान पाए हैं। ലോകപ്രകാരം നിന്റെ കയ്യിൽ ലഭിക്കുന്ന അധികാരത്തെക്കാളും വലുതാണ് ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി. दुनिया में आपको मिलने वाले हर अधिकारों से भी बड़ा और ताकतवर होता है परमेश्वर के द्वारा दिए गए अभिषेक का पावर, अभिषेक की शक्ति, കൃപ, अनुग्रह। അഭിഷേകം ലഭിച്ചവന്റെ ഉള്ളിൽ ആ തിരിച്ചറിവുണ്ടാകും. अभिषेक जिन्हें मिला है उन्हें अंदर ये पता होना ആ चाहिए। തിരിച്ചറിവ് നിന്നിൽ ധൈര്യം പകരണം. ये ज्ञान आपको हिम्मत देता है। ദീർഘവർഷങ്ങളുടെ പരിശീലനമുള്ളതായ പല റാങ്കുകളും മെഡലുകളും ലഭിച്ചതായ ദാവീദിന്റെ ചേട്ടന്മാർ അവിടെ നിൽക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ദാവീദ് പറയാ, ഞാൻ പോകാം. और जब कई सालों के प्रशिक्षण को पाने के बाद कई सारे पदकों को सीने पर लगाकर डटे खड़े सारे भाई जब डरे खड़े थे, दाऊद छोटा बिना प्रशिक्षण वाला कहता है मैं जाऊंगा। ലോകത്തിന്റെ പരിശീലനമുള്ളവന് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യാൻ കഴിയും. जो दुनिया का प्रशिक्षित नहीं कर सकता आप कर सकते हैं। ലോകത്തിന്റെ അംഗീകാരമുള്ളവന് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യാൻ जो കഴിയും. दुनिया का अंगीकृत नहीं कर सकता आप कर सकते हैं। ലോകത്തിന്റെ പിൻബലമുള്ളവന് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യാൻ കഴിയും. जिसको दुनिया की मदद सारी मिल जाए वो जो नहीं कर सकता
आप कर सकते हैं। അതിനുള്ള അഭിഷേകത്തിന്റെ ശക്തി നിന്റെ തലമേൽ എൻ്റെ ദൈവം പകർന്നിട്ടുണ്ട്. और वही करने का अभिषेक परमेश्वर ने आपके ऊपर उंडेल दिया है। പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ, विरोध जब सामने आता है, ദുഃഖസാന്ദ്രമായ അവസ്ഥകളെ നേരിടുമ്പോൾ, दुख भरी घड़ियां जब आती हैं, ഭയവിഹ്വലരായി ഒളിച്ചോടുവാനല്ല, वहां पर डर कर भागने के लिए नहीं, കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോകുവാനല്ല, अपने तंबुओं के अंदर जाकर छिपने के लिए ലൗകിക नहीं, സുഖങ്ങളെ നേടുവാനല്ല, सुख सुविधाओं में फंसने के लिए नहीं, ധൈര്യമായി हिम्मत के साथ പ്രശ്നങ്ങളെ നേരിടുവാൻ समस्याओं का सामना ദൈവം നിന്നെ करने വിളിച്ചിരിക്കുകയാണ്. के लिए प्रभु आपको बुलाता है। യോനാഥാനെ നമുക്കറിയാം. योनाथान को हम जानते हैं। ദാവീദിനോട് പറയുകയാണ്, दाऊद को कहता है, എന്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടത്തില്ല, मेरा पिता शाऊल तुझे ढूंढ नहीं सकता, നീ ഇസ്രായേലിന്റെ രാജാവാകും, तू इस्राएल का राजा बनेगा, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനാകും. और उस समय मैं दूसरे स्थान वाला बनूंगा। ശരിയാണ്, ശൗലിന് ദാവീദിനെ പിടികിട്ടിയില്ല. सही है, शाऊल दाऊद को नहीं पहचान पाया, ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി. वो राजा बन गया इस्राएल का। യോനാഥാൻ രണ്ടാമനായോ? योनाथान दूसरी जगह पर आया ആയില്ല. नहीं आया। എന്താ കാരണമെന്നറിയാമോ? उसकी वजह क्या है? ഈ ഉടമ്പടി ചെയ്ത ശേഷം जब उसने ये वाचा बांधी, യോനാഥാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി, वो अपने महल में चला गया, ജീവിത സുഖത്തിലേക്ക് മടങ്ങിപ്പോയി, जिंदगी की सुविधाओं में फंस गया, അധികാരത്തിന്റെ മറവിലേക്ക് മടങ്ങിപ്പോയി, अधिकार की कुर्सी की छांव में फंस गया, ലൗകിക നന്മകളിലേക്ക് മടങ്ങിപ്പോയി. दुनिया की भलाई के पीछे छिप गया। ദാവീദോ കാട്ടിലേക്ക് പോയി. लेकिन दाऊद जंगल में गया। തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, वचन में लिखा है, സഹിക്കുന്നുവെങ്കിൽ, यदि सहोगे, സഹിക്കുന്നുവെങ്കിൽ, यदि सहोगे, സഹിക്കുന്നുവെങ്കിൽ यदि सहोगे കൂടെ വാഴോ. तो राज भी करोगे। നീ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കണം. यदि यीशु के लिए सहने को तैयार हो, ഒരുവൻ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ यदि कोई मेरे पीछे होना चाहे, അവൻ തന്റെ ക്രൂശ് എടുത്ത് എന്നെ वो അനുഗമിക്കട്ടെ. अपना क्रूस उठाकर मेरे पीछे आए। ക്രൂശ് ഒഴിവാക്കിയിട്ടല്ല, क्रूस को हटाकर नहीं, ഭൗതിക സുരക്ഷിതത്വം തേടിയിട്ടല്ല, भौतिक सुरक्षा पाने के बाद नहीं, അംഗീകാരങ്ങളെ നിലനിർത്തിയിട്ടല്ല, अंगीकारों को पाने के बाद नहीं, ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരുവനെ മാത്രമേ ഈ തലമുറയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. अपना क्रूस उठाकर जो यीशु के पीछे चलने के लिए तैयार है, उसी का उपयोग परमेश्वर कर सकता है। സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴാം. यदि सहोगे तो राज करोगे। ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ. मसीह के लिए दुख सहने को तैयार है। രോഗശാന്തിയുടെ വരമുണ്ട്, चंगाई का वरदान है, ഭൂതശാന്തിയുടെ വരമുണ്ട്, दुष्ट आत्मा निकालने का वरदान है, പ്രവചനത്തിന്റെ വരമുണ്ട്, भविष्यवाणी का वरदान है, വേദനത്തിന്റെ വരമുണ്ട്. और परख का वरदान है। ഇതിലൊക്കെ ശ്രേഷ്ഠതയുള്ള വരമാണ് കഷ്ടം സഹിപ്പാനുള്ള വരം. लेकिन सारे वरदानों से बड़ा वरदान है कष्टों को सहने का वरदान। ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനുള്ള വരം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. यीशु मसीह के लिए दुख कष्ट सहने का वरदान भी उसने हमें दे रखा है। അതുകൊണ്ട് പതറിപ്പോകരുത്, इसीलिए हट भटक नहीं, ധൈര്യം നഷ്ടപ്പെടരുത്. हिम्मत खो मत देना। ധൈര്യത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. हिम्मत, हियाव के बारे में वचन यूं कहता है, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. आपका जो भारी हियाव है उस पे से हट मत जाना। പ്രതിഫലമുള്ളതെന്നല്ല, प्रतिफल देने वाला नहीं, മഹാപ്രതിഫലമുള്ള बड़ा प्रतिफल देने ദൈവ वाला। പൈതൽ ദൈവവചനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ധൈര്യത്തിന് ദൈവം മഹാപ്രതിഫലം തരും. परमेश्वर का एक जन परमेश्वर के लिए जितना सहता है उसको मिलने वाला प्रतिफल उतना ही बड़ा होता है। ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ കാണിച്ച ധൈര്യം ഒരു വലിയ ധൈര്യം തന്നെയാണ്. दाऊद जब गोलियत के सामने आया था तो उसकी हिम्मत बड़ी हिम्मत थी। പേടിച്ചിരിക്കുന്നവന് ദൈവം വേണ്ട, डर कर जो चला गया उसको परमेश्वर की जरूरत नहीं। അതിന്റെ മുൻപിൽ തകർന്നവന് ദൈവത്തിന് വേണ്ട, उसको डर कर जो दुबक गया उसकी जरूरत परमेश्वर को नहीं। ഒളിച്ചോടുന്നവന് ദൈവത്തിന് വേണ്ട, भाग कर जो चला गया उसकी जरूरत परमेश्वर को नहीं। ധൈര്യശാലിയാണ് ദൈവത്തിന് ആവശ്യം. हिम्मतियों की, हियावियों की यीशु को जरूरत है। വചനം നീ വായിച്ച് അത് ധ്യാനിക്കുമെങ്കിൽ, वचन पर यदि आप मनन करेंगे, അത് നിന്റെ സിരകളിലൂടെ വ്യാപരിക്കുമെങ്കിൽ, वो आपकी धमनी सिराओं में से होकर बहेगा। പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ. और पौलुस कहता है कि जैसा वचन आपके अंदर आता है, ആത്മാവിൽ നീ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, आत्मा से भरकर यदि आप आराधना करेंगे, ആത്മാ
ആത്മശക്തി നിന്നിൽ വ്യാപരിക്കുമെങ്കിൽ आत्मा की शक्ति आप अपने में भरेंगे, അതാണ് നിനക്ക് ധൈര്യം തരുന്നത്, वो आपको हिम्मत देगी, അതാണ് നിനക്ക് ശക്തി തരുന്നത്, वो आपको शक्ति देगी, അതാണ് നിനക്ക് ബലം തരുന്നത്. वही आपको बल देगी, ആ ശക്തിയോടെ മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയും. और उसी शक्ति के साथ आप आगे बढ़ पाएंगे. Praise the Lord. हालेलुया. അവിടെ സാഹചര്യത്തെ നോക്കി നീ പഴിക്കത്തില്ല. परिस्थितियों को देखकर आप डरेंगे नहीं, എല്ലാം പ്രതികൂലമാണെങ്കിലും അയ്യോ പ്രതികൂലമാണല്ലോ എന്ന് നിലവിളിക്കത്തില്ല. सब कुछ विरोध में लगे तो भी आप ये नहीं कहेंगे हाय विरोध, पीछे नहीं हटेंगे. സാഹചര്യത്തിന് മുൻപിൽ നീ പതറിപ്പോകത്തില്ല. परिस्थितियों को देख आप डरेंगे नहीं. ഇവിടെ ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് हबक्कुक 2 में हम इस प्रकार पढ़ते हैं, ദർശനം ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ദർശനം എന്ന് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞു. परमेश्वर ने दर्शन दे रखा है. वो क्या है दर्शन? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. वो दर्शन जो मिला है അത് उसका एक समय नियत है. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. वो पूरे होने के लिए वेग से आता है. സമയം തെറ്റുകയില്ല. सम बिल्कुल भी देर न करेगा. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. विलंब हो तो भी इंतजार करते रहना. സമയം തെറ്റത്തില്ല. धोखा न होगा, समय नहीं അടുത്ത भटकेगा. വാചകം കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. വൈകിയാലും അതിനുവേണ്ടി കാത്തിരിക്കുക. अगला वचन लिखा है देरी हो भी जाए इंतजार करना. എന്താ സമയം തെറ്റത്തില്ലെന്ന് പറഞ്ഞാൽ तो उससे पहले समय नहीं दई- विलंब नहीं होगा. क्यों लिखा है? ദൈവം അതിനായി നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ദൈവം നിശ്ചയിച്ച സമയത്തിന് തെറ്റുപറ്റുകയില്ല. ആ സമയത്ത് തന്നെ ആ ദർശനം പൂർത്തീകരിക്കപ്പെടും. वहां पे ये कहता है कि परमेश्वर ने उसके पूरे होने का एक समय नियत कर दिया है, वो अपने उस समय में अवश्य पूरा होगा. പക്ഷെ നിനക്ക് തോന്നുക അയ്യോ ദൈവമേ കിട്ടിയില്ലല്ലോ लेकिन आपको लगता है परमेश्वर अभी मिला क्यों नहीं, വൈകിപ്പോയല്ലോ എന്ന്. देरी हो गई. പകരം ഒന്നും നീ തേടി പോകരുത്. उसके बदले में किसी और के पीछे मत जाना. മറുവഴി നീ അന്വേഷിക്കരുത്. दूसरे मार्गों की खोज में मत निकल जाना. ദൈവത്തിന്റെ സമയം തെറ്റാത്തത് കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി ദൈവസന്നിധിയിൽ നീ കാത്തിരിക്കുക. परमेश्वर का समय कभी देरी नहीं करता, इसलिए उसके वायदे के लिए इंतजार करते रहना. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, अब्राहम से परमेश्वर ने वायदा किया, നിനക്ക് ഞാൻ സന്തതിയെ തരും. मैं तुझे संतान दूंगा. അബ്രഹാം ദൈവത്തെ അനുസരിച്ച ആളാണ്. अब्राहम ने परमेश्वर की आवाज मानी. ലോക രാജാക്കന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തിയതാണ്. पूरी दुनिया के राजाओं को वो पछाड़ने में लगा था. സോദോം രാജാവ് സർവ്വ സമ്പത്തും വാഗ്ദാനം ചെയ്തിട്ടും വേണ്ടെന്ന് പറഞ്ഞതാണ്. और सदोम के राजा ने कहा कि मैं तुझे सारी संपत्तियां दूंगा, उसने मना कर दिया. അതിന് അബ്രഹാം പറയുന്ന ഒരു കമന്റ് ഉണ്ട്. अब्राहम उसके लिए यूं कहता है, അയ്യോ രാജാവേ, हे राजा, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ നാമത്തിന് അപമാനം വരാതിരിക്കേണ്ടതിന് നീ തരുന്ന ഒരു ചരടാകട്ടെ, ചെരുപ്പിന്റെ വാറാകട്ടെ എനിക്ക് വേണ്ട. और अब्राहम कहता है कि तेरी संपत्ति के द्वारा मैं धनी हो गया हूं, ये कहने से बचने के लिए तेरी एक जूती का बंद तक मुझे नहीं നീ चाहिए. എനിക്ക് തരുന്നത് ഒന്നും എനിക്ക് വേണ്ട. जो तू मुझे देना चाहता है मुझे नहीं നീ चाहिए. തരുന്നത് ഒന്നും എനിക്ക് വേണ്ട. कुछ भी जो देना चाहता है नहीं. ലോകം തരുന്നത് ഒന്നും നമുക്ക് വേണ്ട. दुनिया तो देना चाहती है वो हमें नहीं चाहिए. ശത്രു വഴിയൊരുക്കി തരുന്നത് ഒന്നും നമുക്ക് വേണ്ട. दुश्मन रास्ता तैयार कर कर देता है नहीं चाहिए. നാളെ അവൻ പറയും അവനാണ് നമ്മെ നിലനിർത്തിയതെന്ന്. और वो उस बात में वो कहेगा उसी ने हमें स्थिरता दी है. നാളെ അവൻ പറയും അവനാണ് നമുക്ക് വേണ്ടി കരുതിയതെന്ന്. कल को वो कहेगा मैंने ही तुझे ये सब कुछ दिया था. നാളെ അവൻ പറയും അവനാണ് നമ്മെ സമ്പന്നനാക്കിയതെന്ന്. कल को वो कहेगा मैंने तुझे धनी अमीर बनाया था. അത് നമ്മുടെ ദൈവത്തിന്റെ നാമത്തിന് അപമാനമാണ്. और वो बात परमेश्वर के लिए निंदा हो सकती അവൻ है. നമ്മുടെ ദൈവത്തിന്റെ നാമത്തിന് അപമാനമാണ്. परमेश्वर के नाम के लिए वो अपमान हो അത് सकता है. സംഭവിക്കാതിരിക്കാൻ और उस अपमान से बचने के लिए സോദോം രാജാവേ, हे सदोम के राजा, നീ തരുന്നതൊന്നും എനിക്ക് വേണ്ട. तेरी कोई भी चीज मुझे नहीं चाहिए. എത്ര നല്ല തീരുമാനമാണ്. कितना बढ़िया निर्णय है ये. ദൈവത്തിന്റെ പുരോഹിതനായ മഹാപുരോഹിതനായ മൽക്കീസദേക്ക്
परमेश्वर का महायाजक मलकीसिदक അബ്രഹാമിന്റെ അടുക്കലേക്ക് എതിരേറ്റു വന്നു. अब्राहम के सामने पहुंचा. അവൻ അപ്പവും വീഞ്ഞും കൊടുത്തു. वो आकर उसको रोटी दाख मधु देता തിന്ന് है. തൃപ്തനായി. वो खाकर तृप्त हुआ. ആ മഹാപുരോഹിതനെ കുറിച്ച് പറയുന്നത് और उस महायाजक के बारे में അവന് लिखा है പിതാവോ മാതാവോ ഇല്ല. वो उसके माता पिता का जिक्र नहीं, അവൻ ആദിയും അന്തവും ഇല്ലാത്തവനാണ്. उसका कोई आरंभ नहीं अंत नहीं. ആരാണത്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. और वो कौन है? वो हमारा उद्धारकर्ता यीशु मसीह. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മോടൊപ്പമുണ്ട്. हमारा उद्धारकर्ता हमारे साथ है. നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങുവാൻ, हमारी निर्बलताओं में हमें उठाए रखने, ശക്തി ക്ഷയിക്കുന്നിടത്ത് ശക്തി പകരുവാൻ, हर कमजोरों में अपना बल देने, ബലം നഷ്ടപ്പെട്ട ഇടത്ത് ബലം പകരുവാൻ, जिसकी शक्ति निकल गई उसको शक्तिमान बनाने, ശത്രു എതിരെ വരുമ്പോൾ അവന്റെ മുൻപിൽ നമ്മെ ചെറുത്തു നിൽപ്പാൻ ശക്തി പകരുവാൻ, जब शत्रु सामने आता है तो सामना करने की शक्ति देने നമ്മുടെ वाला, ശൂന്യതയിൽ നമ്മെ നിറയ്ക്കുവാൻ हमारे खालीपन को भरने वाला, അവൻ നമ്മോട് കൂടെയുണ്ട്. वो हमारे साथ है. ഈ നന്മയെല്ലാം അനുഭവിച്ചു വന്നതായ അബ്രഹാം ये सारी भलाइयों को जो पहले से ही अब्राहम चखता आ रहा था, രാത്രി കൂടാരത്തിൽ കിടക്കുകയാണ്. वो अपने तंबू में बैठा था. ഉറക്കം വരുന്നില്ല. उसको नींद नहीं आ रही, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, करवटें बदल रहा है, അസ്വസ്ഥനാണ്. लेकिन नींद नहीं आ रही. അവിടെ കിടന്ന് ദൈവത്തോട് പറയുക, वहीं से परमेश्वर से कहा, ദൈവമേ, हे परमेश्वर, നീ എല്ലാം എനിക്ക് തന്നു, तूने ये सब कुछ मुझे നിന്നെ दिया, ഞാൻ അനുസരിച്ചു, मैंने तेरी बात मानी, നിന്റെ കൃപയിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നു, तेरे अनुग्रह में मैंने भरोसा रखा, ഒരുപാട് നന്മ എനിക്ക് നീ തന്നിട്ടുണ്ട്, बहुत सारी भलाइयां तूने मुझे दी, ധാരാളം ബാല്യക്കാർ എനിക്കുണ്ട്, बहुत सारे नौकर चाकर मेरे हैं, പക്ഷേ ഇതിന്റെ അവകാശിയാകുവാൻ लेकिन मेरा वारिस बनने के लिए ദമ്മേശക്കുകാരനായ എലിയാസർ അല്ലാതെ यहाँ पे दमिश्क का एलियाजर को छोड़ എനിക്കൊരു സന്തതിയില്ല. और कोई मेरा बच्चा नहीं है. അബ്രഹാമിന്റെ നിലവിളി ദൈവം കേട്ടു. अब्राहम की पुकार को परमेश्वर ने सुना. അബ്രഹാമിനോട് പറഞ്ഞ് ഇറങ്ങി വാ, अब्राहम से कहा बाहर നിന്റെ निकल, കൂടാരത്തിൽ നിന്ന് പുറത്തു വാ. तंबू से बाहर आ. അർദ്ധരാത്രിയിൽ കൂടാരത്തിന് പുറത്തു കൊണ്ടുവന്നു. आधी रात को उस तंबू से वो बाहर आया. ആകാശത്തേക്ക് നോക്കുക, आकाश की ओर देखा, ആകാശത്തേക്ക് നോക്കുക, आकाश की ओर देखा. നക്ഷത്രങ്ങളെ എണ്ണാമോ? तारों को गिन सकता है? നോക്കി കാണാൻ പറ്റില്ല. नहीं कर सकते. ഇതുപോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും. इतनी दूंगा मैं तुझे संतानें. പിന്നീട് പറഞ്ഞു, उसके बाद कहा, കടൽക്കരയിലെ മണൽ പോലെ ഞാൻ നിനക്ക് സന്തതിയെ और തരും. बाद में कहा कि समुद्र तट के कणों के समान है मैं तुझे संतान दूंगा. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ സന്തതിയെ ഞാൻ നിനക്ക് തരും. मैं इतनी संतानें दूंगा कि तू गिन तक नहीं पाएगा. വർഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നുപോയി. साल के बाद साल बीतते चले गए. വീട്ടിൽ സന്തതിയില്ല. घर में अभी भी बच्चा नहीं है. അബ്രഹാമിന്റെ ഭാര്യ പറഞ്ഞു, अब्राहम की पत्नी ने कहा, നമുക്ക് സന്തതിയില്ലല്ലോ, हमारे बच्चे नहीं हैं, നമുക്ക് സന്തതിയില്ലല്ലോ, हमारा कोई बच्चा नहीं है. ബാല്യക്കാരുടെ അടുത്തേക്ക് പോവുക. दासी के पास जा. ഒരു പുത്രൻ ആ വീട്ടിൽ പിറന്നു. और एक बेटा जन्मा. അബ്രഹാമിന്റെ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അബ്രഹാം വന്നതാണ്. अब्राहम ऐसी मानसिक हालत में आ गया कि वो परमेश्वर के वायदे तक पर विश्वास नहीं कर पा रहा. ആഗാർ എന്ന ബാല്യക്കാരത്തിയിൽ ഇസ്മായേൽ പിറന്നു. हाजिरा नामक दासी के द्वारा इस्माइल का जन्म हुआ. അപ്പോഴും ദൈവം വാഗ്ദത്തം മറന്നില്ല. उस समय भी परमेश्वर अपना वायदा भूला नहीं. വാഗ്ദത്തം ചെയ്തതിന്റെ 25-ാം കൊല്ലം वायदा जब हुआ उसके 25 साल बाद വാഗ്ദത്ത സന്തതിയായി ഇസ്ഹാക്കിനെ ദൈവം നൽകി. परमेश्वर ने वायदे की संतान इसहाक उस घर में दिया. ദൈവം ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. परमेश्वर ने समय नियत कर रखा है. നിനക്ക് താമസിച്ചു എന്ന് തോന്നിയാൽ മറുവഴി തേടരുത്. आपको लगेगा कि देरी हो रही है और किसी रास्ते में मत जाना. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. परमेश्वर के समय की बाट जो होना. അബ്രഹാം പോലും അതിൽ പരാജയപ്പെട്ടു. अब्राहम हार गया. എന്ത് സംഭവിച്ചു? क्या हुआ? വീടിനകത്ത് പ്രശ്നം. घर के अंदर लड़ाई. വാഗ്ദത്ത സന്തതിയെ ആദ്യം പിറന്ന സന്തതി और
തകർക്കാൻ ശ്രമിക്കുക. वायदे की संतान से पहले जो संतान आया वो वायदे की संतान को मारने की फिराक में. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ നിനക്കില്ലെങ്കിൽ നിന്റെ വീടിനകം യുദ്ധക്കളമായി മാറും. यदि हम परमेश्वर के वायदे के समय की इंतजार नहीं कर सकते तो हमारा घर युद्ध भूमि बन सकता है. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. परमेश्वर के समय की इंतजार करें. ഒടുവിൽ अंत में വളരെ വേദനയോടെ ആയിരിക്കും അബ്രഹാം बहुत ही दर्द में था ये अब्राहम. തന്റെ ആദ്യത്തെ സന്തതിയെ വാഗ്ദത്ത സന്തതി അല്ലാത്തവനെ ഇസ്മായേലിനെ അവന്റെ അമ്മയായ ഹാഗാറിനോടുകൂടെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. उसे अपने अपने बड़े बेटे को जो वायदे का पुत्र नहीं था उसकी मां हाजिरा के साथ घर से निकालना पड़ा. നിന്റെ ഇഷ്ടപ്രകാരം നീ എടുത്തതായ ദൈവഹിതത്തിന് വിരോധമായ ചില തീരുമാനങ്ങൾ മൂലം നിനക്ക് വേദന വരുന്ന ചില കാര്യങ്ങളെ നീ മുറിച്ചു മാറ്റേണ്ടതായി വരും. आपकी जिंदगी में जो आपने अपनी मर्जी में परमेश्वर के वचन के खिलाफ जो कदम उठाए उसमें से जो दर्द उत्पन्न हुआ है उससे बचने के लिए आपको वो संपर्क काटना पड़ेगा. പക്ഷേ ദൈവഹിതത്തിനായി അതിന് ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിപ്പാൻ നിനക്ക് കഴിയും. लेकिन उसी के साथ साथ परमेश्वर की मर्जी और समय का इंतजार भी करना पड़ेगा. അത് വരും നിശ്ചയം. वो अवश्य पूरा होगा. നീ അതിനായി കാത്തിരിക്കുക. उसका तू इंतजार करना. വൈകിയാലും അതിനായി കാത്തിരിക്കുക. विलंब हो तो भी बाट जोहना. നിനക്ക് താമസിച്ചെന്ന് തോന്നിയാലും എന്ന് മോളിലുണ്ടെന്നാൽ ആ വാക്യം തീരുന്നത് ഇങ്ങനെയാണ്, അത് താമസിക്കുകയില്ല. आपको लगेगा कि देरी हो रही है लेकिन वचन कहता है वो विलंब नहीं करेगा. നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ മറുപടി താമസിക്കുകയില്ല. प्रार्थना करने वाले परमेश्वर के लोगों परमेश्वर का उत्तर आने में तनिक भी देरी नहीं करता. ദൈവത്തിന്റെ സമയത്ത് നിന്റെ അടുക്കലെത്തും. परमेश्वर के समय में वो आपके पास पहुंचता है. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? कितने लोग परमेश्वर के इंतजार में ये इंतजार कर सकते हैं परमेश्वर के उत्तर के समय का. ധൃതി വയ്ക്കരുത്. जल्दबाजी मत करना. മാനുഷിക ബുദ്ധിക്ക് വിധേയപ്പെടരുത്. अपने मन की बुद्धि के अनुसार कुछ मत करना. സാറായുടെ ബുദ്ധിക്കും വാക്കുകൾക്കും വിധേയപ്പെട്ട അബ്രഹാമിന്റെ വീടിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ, सारा की मनसार बुद्धि के अनुसार जब अब्राहम ने कदम उठाया कदम उठाते ही घर में झगड़ा शुरू हो गया. അങ്ങനത്തെ പ്രശ്നങ്ങൾ നിന്റെ വീടിനകത്തും സഭയിലും ഉണ്ടാകാതിരിക്കാൻ ऐसा झगड़ा आपके घर में या कलीसिया में कभी ना होने पाए. കാത്തിരിക്കുക ദൈവശബ്ദത്തിനായി. इसलिए क्या करें? इंतजार करें परमेश्वर के समय का. സ്വീകരിക്കുക ദൈവത്തിന്റെ ആലോചന. परमेश्वर की मर्जी को स्वीकार करें. അനുസരിക്കുക ദൈവത്തിന്റെ ആലോചന. അതിനായി വിധേയപ്പെടുക. आज्ञा माने परमेश्वर की बात की उसी के लिए समर्पित हो जाएं. തമ്പുരാൻ പറയാതെ നിന്റെ കാൽ ഒരു ചുവട് മുമ്പോട്ട് വെക്കരുത്. आप परमेश्वर के कहे बगैर एक कदम तक आगे मत रखना. തമ്പുരാൻ പറയാതെ ഒരു കത്ത് നീ എഴുതരുത്. परमेश्वर के कहे बगैर एक चिट्ठी तक मत लिखना. തമ്പുരാൻ പറയാതെ ഒരു വാചകം നിന്റെ വായിൽ നിന്ന് വരരുത്. परमेश्वर के कहे बगैर एक शब्द भी मुंह से मत निकालना. തമ്പുരാൻ പറയാതെ ഒരു ഇടപാടിന് നീ കൈ കൊടുക്കരുത്. परमेश्वर के कहे बिना किसी भी बात में हाथ मत डालना. ദൈവാലോചന കൂടാതെയുള്ള യാതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. परमेश्वर की मर्जी के खिलाफ कुछ भी जीवन में नहीं होना चाहिए. കാത്തിരിക്കുക. इंतजार करें. ദൈവശബ്ദത്തിനായി കാത്തിരിക്കുക. परमेश्वर के वचन का इंतजार करें. ദർശനത്തിനായി കാത്തിരിക്കുക. दर्शन का इंतजार करें. അതിന്റെ സമാപ്തിക്കായി കാത്തിരിക്കുക. उसके पूरे होने का इंतजार അത് करें. പ്രാപിച്ചെടുക്കുന്നത് വരെ കാത്തിരിക്കുക. पाने तक इंतजार करें. വിശ്വാസത്തോടെ അതിനായി കാത്തിരിക്കുക. विश्वास के साथ इंतजार करें. ഈ ദിവസങ്ങളിൽ ഒരു കാത്തിരിപ്പ് നമുക്ക് ആവശ്യമാണ്. इन्हीं दिनों में इंतजार करना हमारे लिए जरूरी है. ഞാനല്ല കർത്താവേ, मैं नहीं प्रभु, ഇനി അങ്ങ് തന്നെ എന്നിൽ വാഴണം. आप ही मुझ पर राज करें. ഞാനാണ് വാഴുന്നത് എങ്കിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കും. यदि मैं राज करता हूं तो निर्णय मैं लेता हूं. അങ്ങാണ് രാജാവായി എന്നിൽ വാഴുന്നതെങ്കിൽ തീരുമാനങ്ങൾ लेकिन രാജാവിൻ്റെതായി. यदि राज आप करते हैं आप राजा निर्णय लेते हैं. എന്റെ എല്ലാ തീരുമാനങ്ങളും കർത്താവേ അങ്ങയുടെ തീരുമാനങ്ങളാകട്ടെ. मेरे सारे निर्णय प्रभु मेरे नहीं
तेरे हों, അങ്ങയുടെ തീരുമാനത്തിനായി, आपके निर्णय के लिए, അങ്ങയുടെ ഇഷ്ടത്തിനായി, आपकी मर्जी के लिए, അങ്ങയുടെ ഇഷ്ടത്തിനായി आपकी मर्जी के ഞാൻ लिए എന്നെ തന്നെ സമർപ്പിക്കുന്നു. मैं खुद को सौंपता हूँ. സാഹചര്യം എന്തായാലും, परिस्थिति कुछ भी क्यों ना हो, സാഹചര്യം എന്തായാലും, हालात कुछ भी क्यों ना हो, സാഹചര്യം നഷ്ടങ്ങളുള്ളതായാലും, चाहे नुकसान पहुंचाने वाले സാഹചര്യം हो, വേദനകളുള്ളതായാലും, हालात दर्द देने वाले हो, സാഹചര്യങ്ങൾ എതിരുകളുള്ളതായാലും, हालात विरोधी हो, സാഹചര്യങ്ങൾ സങ്കടം നിറഞ്ഞതായാലും, हालात दुख से भरे हो, കർത്താവേ നിന്റെ സമയത്തിനായി ഞാൻ लेकिन കാത്തിരിക്കുന്നു. प्रभु तेरे समय का मैं इंतजार करता रहूंगा. ഹബക്കൂക്കിലേക്ക് നമുക്ക് വരാം. हबक्कुक की ओर आएंगे. കഴിഞ്ഞ ദിവസം ഒടുവിലായി കൺക്ലൂഷൻ പറഞ്ഞപ്പോൾ और जब കർത്താവിന്റെ ദാസൻ ബിജു ഇവിടെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. और यहाँ पे कल जब यहाँ पे हम अपनी सभा रोक रहे थे तो परमेश्वर के दास बिजू जोन ने इस प्रकार कहा. 3-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ, तीसरे अध्याय के 11 से नीचे तक के पद, അവിടെ ഹബക്കൂക്കിന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ये बिल्कुल सही है कि तब तक हबक्कुक की समस्याएं दूर नहीं हुई थी. ദർശനം കിട്ടി എന്നുള്ളത് സത്യം, दर्शन उसे मिल गया था, വാഗ്ദത്തം കിട്ടി എന്നുള്ളത് സത്യം, वायदा उसे मिल गया था, ദൈവം ഇടപെട്ടു എന്നുള്ളത് സത്യം. परमेश्वर ने हस्तक्षेप किया, ये भी सही है. പക്ഷെ മറുപടി കിട്ടിയോ? लेकिन उत्तर मिला? കയ്യിൽ വന്നോ? क्या उसको उत्तर मिला? ഇല്ല, नहीं मिला. ഇല്ല. नहीं मिला. ദാവീദിന്റെ തലയിൽ അഭിഷേക തൈലം വീണത് സത്യമാണ്. दाऊद को अभिषेक मिल गया, പക്ഷേ സിംഹാസനത്തിലേക്ക് വരാൻ വീണ്ടും കാത്തിരിക്കേണ്ടി लेकिन വന്നു. सिंहासन तक पहुंचने के लिए इंतजार जरूरी था. ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അഭിഷേക തൈലം വീണ കാലം മുതൽ സിംഹാസനത്തിലേക്ക് കടന്നു വന്ന കാലം വരെയുള്ളതായിരുന്നു. यदि आप पूछे कि दाऊद की जिंदगी में सबसे दुख भरा चुनौती भरा समय कौन सा रहा, तो वो समय था जब उसने अभिषेक पाया से लेकर सिंहासन तक आया, उसके बीच के समय. വാഗ്ദത്തം ലഭിച്ചവനും അഭിഷേക തൈലം വീണവനും ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. जिसको वायदा मिल चुका है, जिसको अभिषेक मिल चुका है, वही समस्याओं का सामना करता है. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലമാണ് ഈ കാലമെന്ന് ദൈവജനം നന്നായി തിരിച്ചറിയണം. आज परमेश्वर के लोग ये भी समझे कि आज का जो समय है परमेश्वर के लोगों के द्वारा सहा जाने वाला सबसे दुखनुमा चुनौती भरा समय है. അതുകൊണ്ട് നിന്റെ ദർശനം നഷ്ടമാകരുത്. लेकिन इसकी वजह से दर्शन को खो मत നിന്റെ देना. വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കണം. विश्वास में डटे रहना है. 17-ാം വാക്യം മുതൽ എഴുതിയിരിക്കുകയാണ്. उसके 17वें पद से यूं लिखा है, നെഗറ്റീവ്, എല്ലാം നഷ്ടമാ, എല്ലാം കഷ്ടമാ, ഒന്നിൽ നിന്ന് ഒരു നന്മയുമില്ല. हर जगह नकारात्मक, गलत, कोई सब कुछ नुकसान में है, सब कोई अच्छा नहीं दिख रहा. അത്തിവൃക്ഷം തളിർക്കുകയില്ല. अंजीर में फल नहीं लगेंगे. അത്തിയെക്കുറിച്ച് നമുക്കറിയാം. अंजीर के बारे में हमें ഇവിടെ पता है. പറയുന്ന ആ കാലഘട്ടത്തിൽ അവിടെ ലഭിക്കുന്ന ഭൗതിക നന്മകളുടെ സമ്പത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ അതിന്റെ ഏതെല്ലാം കാര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം നഷ്ടമായി. और उसका मतलब ये है कि उनको मिल सकने वाली हर प्रकार की भौतिक या दूसरी जो भलाइयां हैं वो कुछ भी उन्हें नहीं मिल रही. അത്തിവൃക്ഷം തളിർക്കുകയില്ല. अंजीर में फल नहीं लगेंगे. തളിർത്തില്ലെങ്കിൽ വളരില്ലല്ലോ. यदि उसमें कपोले नहीं आई तो वो फल कैसे आएगा? തളിർത്തില്ലെങ്കിൽ പൂ വരില്ലല്ലോ. उसके अंदर फूल नहीं लगेगा. തളിർത്തില്ലെങ്കിൽ കായ് ഉണ്ടാകില്ലല്ലോ. उसके अंदर बीज नहीं बनेगा. അതിന്റെ ഫലമില്ലാതെ വെറുതെ ഉണക്ക കമ്പുകളായി നിന്നതുകൊണ്ട് എന്ത് और ഗുണമാണുള്ളത്? बिना फल का अंजीर किस लाभ का है? केवल एक लकड़ी समान, ठुंठ समान वहां दिख सकता है. വേദപുസ്തകം നന്നായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. जब हम वचन को अच्छे से पढ़ते तो हमें पता चलता है. പഴയ നിയമ ഇസ്രായേലിന്റെ രാഷ്ട്രീയമായ സംഘടനാപരമായ അവസ്ഥയാണ് അത്തി കാണിക്കുന്നത്. पुराने नियम के इस्राएल का राष्ट्रीय प्रतीक है अंजीर का पेड़. ഒരു സംഘം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു ജാതി എന്ന നിലയിൽ യഹൂദന്റെ പ്രത്യേകത, एक संगठन के तौर पर, एक जाति के तौर पर उसके राष्ट्रीय भाव को दिखाने वाला प्रतीक अंजीर है. ഒരു സംഘം എന്ന നിലയിൽ അവർക്ക് തളിർപ്പില്ലാതെ വന്നു. यहाँ पे एक संगठन के तौर पर उनमें कपोले लगना बंद हो गई. നാം പുതിയ നിയമസഭ, പുതിയ നിയമ ഇസ്രായേലാണ്. हम नए नियम की कलीसिया, नए नियम का इस्राएल है. നാം തളിർക്കാതെ ഇരിപ്പാൻ हमारे अंदर भी कपोले न लगे. ശത്രു അവന്റെ ശക്തിയോടും കൂടെ പ്രവർത്തിക്കുകയാണ്. दुश्मन अपनी पूरी कोशिशों में लगा है. ഉഷ്ണ കാറ്റ് നമുക്ക് നേരെ വരികയാണ്. विरोध की हवाएं हमारे ऊपर भेज रहा है. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാക്കുകയാണ്. परिस्थितियों को विरोधी बना रहा है.
നമ്മെ തളർത്തി കളയുവാൻ ശത്രു ശ്രമിക്കുകയാണ്. हमें नाश करने के लिए दुश्मन लगा पड़ा है. നിന്റെ സഭ അവിടെ വളരാതിരിക്കാൻ, आपकी कलीसिया को बढ़ाने से रोक നിന്റെ रही. സഭയിൽ ആളുകൾ വരാതിരിക്കാൻ, आपकी कलीसिया में लोगों को आने से നിന്റെ रोक സഭയിൽ रही. ആത്മീയ ആരാധന, ആത്മീയ ശുശ്രൂഷകൾ നന്നായി നടക്കാതിരിക്കാൻ, कलीसिया की आत्मिक आराधनाओं को रोकने, നിന്റെ സഭയിൽ രക്ഷിക്കപ്പെട്ട് ആളുകൾ വരാതിരിക്കാൻ, कलीसिया में उद्धार पाए हुए लोगों को आने से रोकने, നിന്റെ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി, कलीसिया को बढ़ने से रोकने, അതിന്റെ തളർപ്പിന് തടസ്സമായി, उसके बढ़ने के विरोध में, അതിൽ പുതുനാമ്പുകൾ വരുന്നതിന് തടസ്സമായി उसमें नई शाखाएं लगने के विरोध में ശത്രു പദ്ധതിയിട്ടിരിക്കുകയാണ്. दुश्मन अपनी योजना बनाए बैठा है. വൃക്ഷം തളിർക്കയില്ല. अंजीर में फूल नहीं लगेंगे. ആരാധന തുടങ്ങുമ്പോൾ നാല് പാട് നിന്നും ചീത്തവിളി, और जैसे ही आराधना शुरू होती है दूसरी तरफ से गाली गलौच, ശത്രുക്കൾ വളരെ ശക്തിയോടെ ഇരച്ചു കയറുന്നു, दुश्मन अंदर घुसना शुरू होते हैं, ഭക്തന്മാരെ തല്ലി തകർക്കുന്നു, भक्तों को आकर मारते पीटते हैं, ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്നു, आराधनालयों को गिराते हैं, അവയെ ചുട്ടുതീട്ട് കളയുന്നു, उनका आग में झोंक देते हैं, ഭക്തന്മാരെ അടിച്ചു തകർക്കുന്നു, भक्तों को मारा जा रहा है, വളരെ ക്രൂരമായി കൊല ചെയ്യുന്നു. उनको जबरन मारा जा रहा है. ഒരു കാര്യം നീ തിരിച്ചറിയണം, एक बात समझना, നീ ആരാ? आप कौन है? കുഞ്ഞാടാണെന്നേ, आप मेमना है. പ്രതികരണ ശേഷിയില്ലെന്നേ, आप विरोध नहीं कर എപ്പോഴും सकते. തലതാഴ്ത്തി നടക്കാനേ അറിയുമെന്നേ, आपको केवल सिर झुकाकर चलना ही आता है. കൊമ്പുയർത്താൻ നിനക്ക് കഴിയില്ലെന്നേ, आप सिर उठा नहीं सकते. പ്രതിരോധം നിനക്കില്ലെന്നേ. विरोध आप कर नहीं सकते. കുഞ്ഞാടായ നിന്നെ എന്റെ കർത്താവ് ചെന്നായുടെ ഇടയിലേക്കാണ് അയച്ചിരിക്കുന്നത്. मेमना बनाकर आपको प्रभु ने भेड़ियों के बीच में भेजा है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഒരിക്കലും ദൈവമക്കൾ ദൈവദാസന്മാർ ചെന്നായ്ക്കളായി മാറരുത്. कभी भी परमेश्वर के लोग या परमेश्वर के सेवक खुद भेड़िए मत बनना, സിംഹങ്ങളായി മാറരുത്, शेर मत बनना, കരടികളായി മാറരുത്, रीछ मत बनना, ക്രൂരമൃഗങ്ങളായി മാറരുത്. क्रूर जानवर मत बनना. നമ്മുടെ സ്വഭാവം ക്രൂരതയുടെ സ്വഭാവമല്ല. हमारा स्वभाव क्रूरता नहीं है. നമ്മുടെ സ്വഭാവം കുഞ്ഞാടിന്റെ സ്വഭാവം. हमारा स्वभाव मेमने നമ്മുടെ का है. സ്വഭാവം നമ്മുടെ അരുമനാഥന്റെ സ്വഭാവം. हमारा स्वभाव हमारे प्रभु यीशु का स्वभाव है. യോഹന്നാൻ ശ്രാവകൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. यूहन्ना बपतिस्मा दाता कहता है कि दुनिया के पाप को उठाने वाला परमेश्वर का मेमना. ആ ദൈവ കുഞ്ഞാടിന്റെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. परमेश्वर के उस मेमने का स्वभाव है हमारा स्वभाव. നമ്മുടെ കർത്താവിന് തന്റെ സ്വഭാവം ത്യജിച്ചു കളയുവാൻ കഴിയുകയില്ല. हमारा प्रभु अपना स्वभाव त्याग नहीं सकता. നമ്മുടെ സ്വഭാവം നാം ത്യജിക്കരുത്. हमको भी अपना स्वभाव त्यागना नहीं. മാനുഷിക സ്വഭാവങ്ങളെ അമർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ വളർന്നു വരണം. मानुषिक स्वभावों को दबाकर मसीही स्वभाव को हमें बनाना है. ഞാനോ കുറയണം, मैं घटूं, എന്റെ സ്വഭാവങ്ങളോ കുറയണം, मेरे स्वभाव घटे, മാനുഷിക സ്വഭാവങ്ങളോ ഇല്ലാതെയാകണം, मानुषिक स्वभाव खत्म हो, എന്റെ കർത്താവോ എന്നിൽ വളരണം, मेरा प्रभु मुझ में बढ़े, ആ യേശുവിന്റെ സ്വഭാവം എന്നിൽ വളരണം. यीशु का स्वभाव मुझ में बढ़े. അത്തിവൃക്ഷം തളിർക്കുകയില്ല. अति अंजीर के पेड़ में फल न लगेंगे. നിന്റെ സഭ ഒരു സംഘടിത സഭയായി നിന്റെ ദേശത്ത് നിൽക്കാതെ വണ്ണം അതിനെ തകർത്ത് ചിതറിച്ചു കളയുവാൻ ദുഷ്ടപിശാച് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. जो शैतान अपनी पूरी कोशिश में लगा है कि आपकी कलीसिया को तोड़ बिना एकता के तितर बितर कर डाले. രണ്ട്, दूसरी बात, മുന്തിരി വള്ളി ആഹാരം തരത്തില്ല, അനുഭവം തരത്തില്ല. और जो अंगूर है जो उसमें से दाख लताएं जो हैं उसका आपको फल नहीं യേശു मिलेगा. പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, यीशु कहता है मैं सच्ची दाख लता, നിങ്ങൾ കൊമ്പുകളാണ്. आप डालियां हैं. ക്രിസ്തുവിന്റെ ഗുണം ഈ കൊമ്പുകളായ നമ്മിൽ കൂടെയാണ് ജനം അനുഭവിക്കേണ്ടത്. यीशु के गुण को
डाली रूपी हम में से लोगों को चखना है। മുന്തിരിയുടെ പ്രത്യേകത എന്താ? अंगूर दाखलता की खासियत നല്ല क्या है? വൈൻ ഉണ്ടാക്കുന്ന അതിൽ നിന്നാ. अच्छी दाख अच्छी वाइन उसमें से निकलती है, ഒരു മദ്യമായിട്ടല്ല. एक शराब बनकर नहीं। പഴയ നിയമ ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ അന്ന് അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ഇടയിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ചായയോ കാപ്പിയോ ഉപയോഗിക്കുന്ന പോലെ വൈൻ എന്ന് പറയുന്നത്. पुराने समय में इस्राएलियों के बीच में जैसे हम आज चाय कॉफी पीते हैं, वैसे ही सॉफ्ट ड्रिंक के तौर पर, पेय पदार्थ के तौर पर इस दाखरस का इस्तेमाल होता है। ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തീകരിക്കുന്നതാണ്. थके हुओं की थकान हटाने के लिए, ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തീകരിക്കുന്നതാണ്. थके हुओं को बलवंत बनाने के लिए। പക്ഷേ ആ മുന്തിരിവള്ളിയിൽ അനുഭവം ഇല്ലെങ്കിൽ എങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവൻ ശക്തീകരിക്കപ്പെടും? लेकिन दाखलता में खुद रस या बल नहीं है, दूसरों को बल कैसे देगी? ക്രിസ്തുവിന്റെ ഗുണം, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ അനുഭവങ്ങൾ, ക്രിസ്തുവിന്റെ സാന്ത്വനപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന മനോധൈര്യം കൊടുക്കുന്ന വാക്കുകൾ അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവത്തിന്റെ സഭയെ ദൈവം കണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് കഴിയാത്ത തരത്തിൽ ശത്രു ഇതിന്മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. परमेश्वर के स्वभाव को, उसकी मृदुलता को, उसके मीठेपन को लोगों तक पहुंचाने के लिए परमेश्वर ने हमें और कलीसिया को जब तैयार करके रखा है, तो उनको दबाने में, उनके गुण को गिराने में दुश्मन लगा पड़ा है। ദൈവസഭയുടെ ഇന്നത്തെ പരാജയം, परमेश्वर की कलीसिया की आज की हार, ഞാനെന്നുള്ള ഭാവം മനുഷ്യനിൽ കയറി. मनुष्यों में अहम भाव बढ़ गया। ഞാനല്ലാതെ നീയില്ല, मैं नहीं तो तू नहीं, എന്റെ വാക്ക്, എന്റെ ആശയം, എന്റെ ചിന്ത, ഞാൻ പറയുന്നത് അത് മാത്രം നടക്കും. मेरा विचार, मेरा आशय, मैं जो कहूंगा वही होगा। എന്നോടൊപ്പം നിൽക്കേണ്ടവർക്ക് നിൽക്കാം. मेरे साथ जो रहना चाहता है आ जाओ। അടുത്ത ഒരാളും അത് തന്നെ പറഞ്ഞാൽ यदि दूसरा व्यक्ति भी वो मैं शुरू कर दे, ദൈവസഭയിൽ സംഘർഷമുണ്ടാകും. परमेश्वर की कलीसिया में लड़ाई आ जाती है। എന്റെ വാക്കുകളും നിന്റെ വാക്കുകളുമല്ല, मेरे शब्द या उसके शब्द मायने എന്റെ नहीं रखते। ആശയവും എന്റെ ആശയവും നിന്റെ ആശയവുമല്ല, मेरा विचार तेरा विचार मायने नहीं रखता। എന്റെ തീരുമാനവും നിന്റെ തീരുമാനവുമല്ല, मेरा निर्णय तेरा निर्णय नहीं। ദൈവത്തിന്റെ ആലോചനകളും തീരുമാനങ്ങളും ദൈവസഭയിൽ നടക്കപ്പെടട്ടെ. मेरा या तेरा छोड़कर परमेश्वर का निर्णय, परमेश्वर का विचार कलीसिया में होने पाए। അത് നടക്കാത്ത തരത്തിൽ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ആഭ്യന്തരമായി പിശാച് വ്യക്തികളുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ച് കളയുടെ വിത്ത് വിതച്ചിരിക്കുകയാണ്. और जब तक ऐसा हमारी कलीसियाओं में नहीं होगा, कलीसिया के अंदर शैतान घुसकर अपने बीजों को लगाकर अपनी मनमानी करने और करवाने में लगा रहेगा। ശത്രു നിന്റെ സഭയ്ക്കകത്ത് കള വിതയ്ക്കാതിരിക്കണമെങ്കിൽ, यदि आप चाहते हैं कि दुश्मन अंदर आकर जंगली बीज नहीं बोए, നിന്റെ സഭയ്ക്ക് വേലിക്കെട്ടുണ്ടായിരിക്കണം. आपकी कलीसिया के चारों ओर बाड़ा होना चाहिए। ദൈവകൃപയുടെ വേലിക്കെട്ടുണ്ടാകണം. परमेश्वर के अनुग्रह का बाड़ा लगा होना ദൈവ चाहिए। വചനത്തിന്റെ വേലിക്കെട്ടുണ്ടാകണം. परमेश्वर के वचन का बाड़ा होना चाहिए ദൂതന്മാരുടെ വേലിക്കെട്ടുണ്ടാകണം. और स्वर्ग दूतों का बाड़ा होना चाहिए। പ്രാർത്ഥനയാൽ മാത്രമേ ഈ വേലിക്കെട്ട് നമുക്ക് പണിതെടുക്കുവാൻ और കഴിയുകയുള്ളൂ. इस बाड़े को प्रार्थना के द्वारा ही बनाया जा सकता है। നിങ്ങൾ ശത്രുവിന്റെ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. आप शत्रु शैतान की चालों से अनजान नहीं हो। അതിന്റെ തന്ത്രങ്ങളെ അറിയണമെങ്കിൽ, उसकी चालों को पहचानने के लिए, അതിനെ ചെറുത്തു നിൽക്കണമെങ്കിൽ उसका सामना करने के लिए ദൈവത്തിന്റെ കൃപ നീ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. परमेश्वर के अनुग्रह को पाना जरूरी है। ക്ഷീണിച്ചവന് വീണ്ടും ക്ഷീണം പകരുന്നു. थके हुए को और थका रहे हैं, അതോ കർത്താവിൽ കൂടെയുള്ള ധൈര്യം പകരുന്നു. या मसीह के द्वारा उसे जगा रहे हैं। തകർന്നവരെ വീണ്ടും തകർച്ചയിലേക്ക് നയിക്കുന്നു. जो पहले ही नाश हुआ पड़ा है उसे और नाश में डाल रहे हैं, അതോ സകലത്തെയും പണിയുന്നവന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവനെ പുതുതായി പണിതെടുക്കാൻ या ശ്രമിക്കുന്നു. सब कुछ को बनाने वाले के हाथ में देकर उसे बना रहे हैं। എന്താണ് നിന്റെ സഭ? आपकी कलीसिया क्या कर എന്താണ് रही है? നിന്റെ തീരുമാനം? आपका निर्णय क्या करता है? എന്താണ് നീ അനുവർത്തിക്കുന്നത്? आप क्या करते हैं? എന്തിന് നീ പ്രാധാന്യം നൽകുന്നു? आप किसको प्राथमिकता देते हैं? സഭയെ हे कलीसिया, കരയുക, रोए, കണ്ണുനീരൊഴുക്കുക, आंसू बहाए, നിലവിളിയോടെ പ്രാർത്ഥിക്കുക, पुकार के साथ प्रार्थना करें, ദർശനം പ്രാപിക്കുക.
പ്രാപിക്കുക. दर्शन पाए, ആലസ്യം കൂടാതെ ആ ദർശനത്തിനായി വിശ്വാസത്തോടെ കാത്തിരിക്കുക. बिना आलस के प्रार्थना के साथ दर्शन की इंतजार करे. മുന്തിരിവള്ളി, दाखलता, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല. दाखलता में फल नहीं लगेंगे ഇല്ലാത്ത തരത്തിൽ ശത്രു അതിനെ പണിയും. और बहुत अपनी कोशिशें दुश्मन उसमें लगाएगा. എങ്കിലും നീ തളരരുത്, फिर भी हारना नहीं, എങ്കിലും നീ ക്ഷീണിക്കരുത്. थकना नहीं. നിന്നോട് ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്. आपके पास परमेश्वर का നിനക്കൊരു वायदा है, നിനക്കൊരു ദർശനമുണ്ട്. आपके पास एक दर्शन है. അടുത്തത് എഴുതിയിരിക്കുകയാണ്, उसके बाद में लिखा है, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. जलपाई के वृक्ष में केवल धोखा मिलेगा ഒലിവ് മരത്തിന്റെ ഫലം ഒലിവ് കായ. और जलपाई का फल नहीं दिखेगा. എന്തിനാണ് ഉപയോഗിക്കുന്നത്? उस फल का इस्तेमाल किस ഒലിവെണ്ണ എടുക്കുവാൻ വേണ്ടിയാണ്. में से जैतून जलपाई का तेल निकालने. തിരുവചന പ്രകാരം ഒലിവെണ്ണയ്ക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. और परमेश्वर के वचन के अनुसार जैतून का तेल दो बातों को दिखाता है. ഒന്ന് അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അഭിഷേക തൈലം ഒലിവെണ്ണ ചേർത്താണ്, അല്ലെങ്കിൽ ഒലിവെണ്ണയാണ് അതിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. एक अभिषेक का तेल बनाने के लिए जलपाई अथवा जैतून के फल का तेल निकालते हैं. രണ്ട്, ദൈവത്തിന്റെ ആലയത്തിൽ ഒരു കവരവിളക്കുണ്ട്. ആ വിളക്ക് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്നത് ഒലിവിന്റെ ഇടിച്ചെടുത്ത കായ ആ എണ്ണ തെളിച്ചെടുത്തിട്ട് അത് ഒഴിച്ചു വേണം ഇത് കത്തിക്കുവാൻ. और दूसरा परमेश्वर के तंबू के अंदर नित्य जलने वाला एक दीपदान है. उसके अंदर जलपाई अथवा जैतून के बीज को कूट कर निकाला गया तेल डालकर वहां की लो बनाई रखी जाती है. 24 മണിക്കൂറും 365 ദിവസവും ദൈവത്തിന്റെ ആലയത്തിൽ പ്രകാശം വേണം. അതിന് നിന്റെ യാന്ത്രികമായ ഭൗതികമായ ഒരെണ്ണയും വേണ്ട. और परमेश्वर की कलीसिया में 24 घंटे 7 दिन जलते रहने के लिए एक जैतून का तेल चाहिए. उसके लिए आपकी कोशिश, आपके तरीके वहां नहीं चाहिए. നമ്മുടെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധി അടക്കിയിരിക്കുന്ന രാജ്ഘട്ടിൽ ഇവിടെ നഗരത്തിലല്ലോ എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കുണ്ട്. और हमें पता है हमारे राष्ट्रपिता महात्मा गांधी जी के उस कब्र में हमेशा जलने वाली एक दीप शिखा वहां लगी है. 24 മണിക്കൂറും അത് കത്തിക്കൊണ്ടിരിക്കും. 24 घंटे वो शिखा जलती रहती है. എങ്ങനെയാണ് കത്തുന്നതെന്ന് അറിയാമോ? वो कैसे जलती है? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യമായി കൊടുക്കുന്ന ഗ്യാസ് ഉപയോഗിച്ച് 24 മണിക്കൂറും ആ വിളക്ക് കത്തുകയാണ്. इंडियन ऑयल के द्वारा मुफ्त में दी जाने वाली गैस का इस्तेमाल करके वहां के दीप को जलाए रखा जाता है. മാർട്ടിൻ ലൂഥർ കിങ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, मार्टिन लूथर किंग के नाम से विख्यात व्यक्ति, അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന അമേരിക്കയിലെ അറ്റ്ലാന്റയിലാണ്. और अमेरिका के अटलांटा में उनकी कब्र है. വിശാലമായ ഒരു തടാകമുണ്ടാക്കി അതിന്റെ നടുവിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥാപിച്ചിരിക്കുന്നത്. और एक बहुत बड़ा तालाब बनाकर उसके बिल्कुल बीच भाग में उसकी कब्र को बना रखा है. അതിന്റെ കരയിൽ ഒരു ദീപം വെച്ചിട്ടുണ്ട്. और उसी के किनारे पर एक दीप रखा है. 24 മണിക്കൂറും കത്തും. 24 घंटे वो दीपक चलता रहता है. പക്ഷേ ഫ്ലെയിം ഒക്കെ കാണാൻ കഴിയുമെങ്കിലും വൈദ്യുതി ഉപയോഗിച്ചാണ് അത് കത്തിക്കുന്നത്. उसकी हमको लपटें दिखाई देती हैं, लेकिन वहां पर बिजली का इस्तेमाल करके उसके दीप को जलाए रखा जाता है. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ ശവകുടീരത്തിൽ और अमेरिकी राष्ट्रपति जॉन एफ कैनेडी के कब्र में ചരിത്ര പ്രാധാന്യമുള്ള ആർലിംഗ്ടൺ സെമിത്തേരിയിലാണത്. और वहां पर भी इतिहास में एक प्रमुख स्थान लेने वाला एक दीप शिखा का यंत्र वहां लगा है. അവിടെയും ഒരു ദീപമുണ്ട്. वहां पर भी एक दीवट लगा है. അത് 24 മണിക്കൂറും കത്തും. 24 घंटे वो दीवट जलता रहता है. വൈദ്യുതി കൊണ്ടാണ് കത്തുന്നത്. बिजली के सहारे उसे जलाया जाता ഈ है. മനുഷ്യരുടെ ജീവിതത്തിൽ അവർ കത്തിച്ചതായ വെളിച്ചം ലോകത്തിൽ എന്നും പ്രകാശമാനമായി കൊണ്ടിരിക്കുമെന്നതിന്റെ അടയാളമായിട്ടാണ് ഈ വിളക്കുകൾ കത്തിക്കുന്നത്. और मनुष्य की जिंदगी में हमेशा रोशन में बने रहने के संदेश को देने के लिए इन दीप शिखाओं को हमेशा जलते हुए रखा गया
है। എന്നാൽ ദൈവത്തിന്റെ ആലയത്തിലെ വിളക്ക് കത്തേണ്ടത് लेकिन परमेश्वर के भवन का दीप മറ്റൊന്നും കൊണ്ടല്ല, और किसी चीज से नहीं, ഒലിവുകായ പറിച്ചെടുക്കണം, जैतून के बीज को निकाले, അത് ഇടിച്ച് എണ്ണ എടുക്കണം, उसे कूट कर तेल निकाले, ആ എണ്ണ തെളിച്ചെടുക്കണം, उस तेल को साफ ആ करें, തെളിവുള്ള എണ്ണ ഒഴിച്ചു മാത്രമേ ആലയത്തിലെ വിളക്ക് കത്തിക്കുവാൻ പാടുള്ളൂ. उस साफ किए शुद्ध किए तेल से ही परमेश्वर के मंदिर के भवन का दीप जलना चाहिए। എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും മറ്റൊരു ഇന്ധനവും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. चाहे कितना भी महंगा क्यों ना हो, और कोई तेल या ईंधन उसमें नहीं डाल सकते। ഒലിവ് മരത്തിന് വേണ്ടി അധ്വാനിച്ചു, പ്രയത്നം നിഷ്ഫലമായി, കായ ഇല്ലാതെ വന്നാൽ നഷ്ടപ്പെടുന്നത് എന്താണ്? അഭിഷേക തൈലം ഇല്ലാതെ വരും. യഹൂദനെ സംബന്ധിച്ച് മാത്രമല്ല, ആലയത്തിലെ പ്രകാശം ഇല്ലാതെയാകുവാനിടയായി തീരും. जलपाई के वृक्ष में यदि बीज नहीं लगा, फल नहीं लगा, वो तो क्या होगा? उसका नुकसान है। परमेश्वर यहूदियों के बीच में उनको दिखाने वाला वो जो दीप का जल है, दीप शिखा जो है, वो नहीं जल पाएगा। ഇംഗ്ലണ്ടിന്റെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്ന इंग्लैंड के राजा के तौर पर जिसका अभिषेक होने जा रहा है, ചാൾസ് മൂന്നാമൻ രാജാവിന്റെ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്ന സമയം അടുത്തിരിക്കുകയാണ്. और चार्ल्स तृतीय राजा का जब अभिषेक होने का समय आ गया, അതിനുവേണ്ടിയുള്ള വിശേഷ തൈലം യെരുശലേമിലാണ് ഉണ്ടാക്കുന്നത്. और उनके लिए तैयार एक विशेष तेल यरूशलेम से लाया जाता है। രണ്ട് ബിഷപ്പന്മാരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കുന്നത്. 2 बिशपों के नेतृत्व में उस तेल को तैयार किया जा रहा है। യെരുശലേമിലെ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള രണ്ട് സ്ഥലങ്ങളിൽ നിന്നെടുത്ത ഒലിവ് കായ കൊണ്ട് ഉണ്ടാക്കിയ ഒലിവെണ്ണയാണ് അദ്ദേഹത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി അഭിഷേക തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. मसीह जगत में महत्वपूर्ण यरूशलेम के 2 जगहों में से जलपाई के बीज को लेकर उसमें से कूटे हुए तेल को निकालकर वो तेल इस लंदन के राजा के राज्याभिषेक के लिए इस्तेमाल किया जाता है। ഒലിവിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. जैतून की खासियत पता चल गई। ദൈവസഭയിലെ വെളിച്ചം മങ്ങുന്നു. परमेश्वर की कलीसिया की रोशनी कम हो रही है। അയ്യോ, പുത്തൻ അഭിഷേകങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെ വരുന്നു. अभिषेक नया पाने की कमी हो रही है। ഒരു വൃക്ഷത്തിന്റെ ഫലം ലഭിക്കാതെ വരുന്നു. जैतून का फल नहीं मिल रहा है। അയ്യോ, എന്തുകൊണ്ട്? ये सब क्यों हो रहा അയ്യോ, है? എന്തുകൊണ്ട്? ये सब क्यों हो रहा है? നിലവിളിക്കുന്ന ഒരു സമൂഹം, रोने वाला एक समाज। ദൈവസഭയുടെ അകത്തളത്തിലെ പരാജയങ്ങളോ വീഴ്ചകളോ ശൂന്യതകളോ ഇരുട്ടോ കണ്ടിട്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ദൈവദാസന്മാർ ഇന്നുണ്ടെന്ന് എനിക്കറിയാം. मुझे पता है कि परमेश्वर की कलीसिया के अंदर आने वाली हर खामियों को, कमजोरियों को देखकर रोने वाले परमेश्वर के लोग यहाँ पर भी बैठे हुए हैं। അടുത്തത് പറയുകയാണ്, നിലങ്ങൾ ആഹാരം और വിളയിക്കുകയില്ല. उसके बाद में लिखा है कि खेतों में अन्न नहीं होंगे, ഭക്ഷണം കിട്ടാനില്ല. भोजन नहीं मिल रहा। പുതിയ നിയമം അനുസരിച്ച് നാം മനസ്സിലാക്കുമ്പോഴും പഴയ നിയമത്തിൽ മനസ്സിലാക്കുമ്പോഴും ഒരു ആത്മീയന്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. पुराने नियम और नए नियम के आधार पर जब हम देखते हैं तो एक आत्मिक व्यक्ति का भोजन परमेश्वर का वचन है। പഴയ ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് തമ്പുരാൻ കൊടുത്തതായ സ്വർഗീയ മന്ന കഴിച്ചു. इस्राएलियों ने जंगल में परमेश्वर के द्वारा दिया गया स्वर्गीय भोजन मन्ना खाया, അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതായിരുന്നു. और वो एक चट्टान के मधु से भी मीठा था। അത് നല്ല ഇടയനായ ദാവീദ് എഴുതിയിരിക്കുന്നു, अच्छे चरवाहे दाऊद ने यूं लिखा है, ആടായ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തിയിരിക്കുന്നു. मुझ भेड़ को वो हरी भरी चराई में चलाता है। അയ്യോ, എനിക്ക് സമൃദ്ധിയായ ആഹാരം അവിടെയുണ്ട്. मुझे तृप्त करने वाला भोजन वहां मिलता है। യോഹന്നാൻ അപ്പോസ്തലൻ യുവാക്കളോട് പറയുമ്പോൾ, और यूहन्ना प्रेरित भी जब कहता है ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും कि क्योंकि वो जवान शक्तिशाली है, ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും परमेश्वर का वचन आपके अंदर बना है, അവർ ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചു. वो परमेश्वर का वचन रूपी मन्ना खाते थे। ദൈവം തന്റെ വേലക്കായി വിളിച്ച യിരെമ്യാവ്, परमेश्वर ने जिसको अपनी सेवा के लिए बुलाया इर्मिया, ഞാൻ ബാലനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. जब उसने कहा कि मैं बालक हूं, उसने बचने की തമ്പുരാൻ कोशिश പറഞ്ഞു, നീ की। ബാലനെന്ന് പറയരുത്. परमेश्वर ने कहा खुद को बालक मत कहना, പിന്നത്തെ അതിൽ യിരെമ്യാവ് പറഞ്ഞിരിക്കുകയാണ്, और उसके बाद में इर्मिया कहता ഞാൻ है യഹോവയുടെ വചനങ്ങളെ പോയി കണ്ടെത്തി കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. मैंने परमेश्वर के वचन को, उसकी चुनौतियों चितौनियों को ढूंढा और
തടസ്സങ്ങളുള്ള ഇടത്ത്, जहाँ पर रुकावटें हैं, അസാധ്യമെന്ന് തോന്നിയ ഇടത്ത് जहाँ पर असंभव लगता ദൈവമേ, है, ഞാൻ നിന്റെ വചനം കണ്ടെത്തി हे ഭക്ഷിച്ചിരിക്കുന്നു. परमेश्वर मैं तेरे वचन को ढूंढ कर खाता हूँ। കൃപയാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വചനം ദൈവം തന്നിട്ടുണ്ട്. अनुग्रह के द्वारा परमेश्वर का अनुग्रह कि आज हमें वचन मिल चुका है। ഇത് വെറുതെ മടക്കി വെക്കുവാനല്ല, इसे बंद रखने को नहीं दिया, നിരന്തരമായി ഇത് വായിക്കുവാൻ, इसे हमेशा पढ़ने के लिए दिया गया ഇത് है, ധ്യാനിക്കുവാൻ, इस पर मनन करना है, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ. इसे अपनी जिंदगी का भाग बनाना है। പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ദഹിച്ച് നമ്മിൽ വ്യാപരിക്കുവാൻ. और पौलुस की भाषा में ये हमारे अंदर पचने पाए, बसने पाए। ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കുന്നവരായിരിക്കണം. वचन पर हम मनन करने वाले बने। അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. परमेश्वर हमसे यही चाहता है। നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, खेतों में अन्न नहीं होंगे, വചനം കിട്ടാൻ സാധ്യതയില്ല, वचन नहीं मिल पा रहा, വചനത്തിന്റെ വാതിലുകളെ അടച്ചു കളയുകയാണ്. वचन के दरवाजे बंद हो ഈ रहे हैं। കാലഘട്ടത്തിൽ ശത്രു ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നീ ധൈര്യത്തോടുകൂടെ ദൈവകൃപയിൽ നിലനിന്ന് അതിനെ അതിജീവിക്കുക. आज दुश्मन जब वचन को रोकने की कोशिश में लगा है, हे परमेश्वर के जन हिम्मत के साथ उसे ढूंढ कर निकाल, उसी में बने रहने की कोशिश അടുത്ത करनी है। വാചകം ഇതാണ്, अगला वचन कहता है, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. भेड़शालाओं में से भेड़ बकरियां नहीं रहेंगी। ഏതാണ് ഈ തൊഴുത്ത്? ये भेड़शाला क्या है? ദൈവത്തിന്റെ സഭ, परमेश्वर की कलीसिया, ദൈവത്തിന്റെ ആടിനെ ദൈവം ആക്കിയിരിക്കുന്ന ഇടം. परमेश्वर के लोगों को जहां पर रखा है, അയ്യോ, പുറത്തല്ല, कलीसिया, പുറത്തല്ല, ഇതിനകത്ത് തന്നെ ശത്രു നാശം വിതച്ചിരിക്കുകയാണ്. बाहर की बात छोड़ो, अंदर शत्रु ने नाश बो रखा है। ആലയത്തിനകത്ത് ശത്രു ജനത്തെ അടിച്ചു തകർക്കുന്നു. परमेश्वर के भवन के अंदर लोगों को शत्रु नाश करने में लगा है। രണ്ട്, ആലയത്തിനകത്ത് തന്നെ ജനം ആലസ്യത്തോടുകൂടെ മയങ്ങുന്നു. दूसरा, उसके भवन के अंदर भी लोग आलस से भरे पड़े हैं। തൊഴുത്തിനകത്ത് ആട്ടിൻകൂട്ടം നശിക്കുന്ന ഒരു കാലം, भेड़शाला के अंदर भेड़ बकरियों के नाश होने का समय, ഇവിടെയാണ് നമ്മുടെ ദർശനത്തിന്റെ പ്രസക്തി. यहाँ पर दर्शन महत्वपूर्ण है। ഇവിടെയാണ് ആത്മീയ ദൂതിന്റെ പ്രസക്തി. यहाँ पर आत्मिक वचन महत्वपूर्ण है। ഇവിടെയാണ് വചനത്തിന്റെ പ്രസക്തി. यहाँ पर वचन महत्वपूर्ण है। ഇവിടെയാണ് ദൈവകൃപയുടെ പ്രസക്തി. यहाँ परमेश्वर का अनुग्रह महत्वपूर्ण है। ഇവിടെയാണ് വിശ്വാസത്തിന്റെ പ്രസക്തി. यहाँ विश्वास महत्वपूर्ण है। ഇവിടെയാണ് അനുസരണത്തിന്റെ പ്രസക്തി. यहाँ पर आज्ञाकारिता महत्वपूर्ण है। ആട്ടിൻകൂട്ടം भेड़शाला, തൊഴുത്തിനകത്ത്, भेड़ बकरियां भेड़शाला के अंदर, തൊഴുത്തിനകത്ത് നശിക്കുന്നു. भेड़शाला के अंदर नाश हो रही हैं। അടുത്ത് എഴുതിയേക്കുക, उसके बाद में लिखा है, ഗോശാലകളിൽ थानों में കന്നുകാലി ഉണ്ടാവുകയില്ല. गाय बैल नहीं। സമ്പത്തിന്റെ ഭാഗമാണത്. संपत्ति का हिस्सा है वो। സമ്പത്ത് നശിക്കുകയാണ്. धन खो रहा है। രണ്ട്, ഗോശാലകളിൽ നിന്നാണ് സമൃദ്ധിയും സമ്പുഷ്ടവുമായ സമീകൃത ആഹാരമായ പാല് ലഭിക്കുന്നത്. इतना ही नहीं है, गौशालाओं से, थानों में से ही हमें समृद्ध और संतुष्टि देने वाला दूध मिलता है। വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീനെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. परमेश्वर का वचन कहता है कि बिन मिलावट का दूध रूपी वचन पीते रहो। അത് ലഭിക്കേണ്ട ഉറവിടങ്ങൾ ഇല്ലാതെയാവുകയാണ്. आज ऐसे दूध के स्रोत बंद हो रहे हैं। അത് ലഭിക്കേണ്ട ഉറവിടങ്ങളെ ശൂന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. जहां से ये मिलता है उन स्रोतों को बंद किया जा रहा है। ഗോശാലകളിൽ കന്നുകാലികളില്ല. थानों में गाय बैल नहीं है। നമ്മുടെ സഭയുടെ അവസ്ഥ എന്താണ്? हमारी कलीसिया की हालत क्या നമ്മുടെ है? അവസ്ഥ എന്താണ്? हमारी हालत क्या है? ദർശനം പ്രാപിച്ച ഹബക്കൂക്ക് പറയുകയാണ്, दर्शन पाने वाला हबक्कूक कहता है, അയ്യോ, എല്ലാം പ്രതികൂലമാണ്. सब कुछ विरोध में है। അത്തിവൃക്ഷം തളർക്കുന്നില്ല. अंजीर में वृक्ष फूल नहीं लगेंगे। സംഘടനാപരമായ ഞങ്ങളുടെ ആ നിലനിൽപ്പിന് ഏറ്റവും വലിയ തകർച്ച. एकता के अंदर बने रहने वाले हम में उसके हस्तक्षेप, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല. और दाख लताओं में वृक्ष नहीं फल नहीं ക്ഷീണിച്ചും लगेंगे। തളർന്നും പോകുന്നവനെ ഉദ്ധരിക്കുവാൻ, അവൻ ആവശ്യമായ ധൈര്യം പകരുവാൻ കഴിയാത്ത ഒരവസ്ഥ. थके हुए को हियाव नहीं दे पा रहे। ഒലിവുമരത്തിന്റെ പ്രയത്നം വ്യർത്ഥമാകും. जलपाई का वृक्ष तक सूख रहा അയ്യോ, है। അഭിഷേകം നടക്കാനുള്ള സാധ്യതയില്ല. അതെല്ലാം പോയി. മാത്രമല്ല, ആലയത്തിലെ വെളിച്ചം പോലും മങ്ങിപ്പോയി ഇരുട്ടിന്റെ അവസ്ഥയിലേക്ക് വരികയാണ്. वहां पे अभिषेक नहीं मिल रहा है। कलीसिया के अंदर की रोशनी तक खत्म हो रही है।
നിലത്തിൽ ആഹാരമില്ലാതെ വരുന്നു. और खेत में अन्न नहीं है. ദാരിദ്ര്യത്തിന്റെ ശൂന്യതയുടെ ഒരു അനുഭവത്തിലേക്ക് സഭ പോവുകയാണ്. दरिद्रता खालीपन की ओर कलीसिया खिंचती चली जा रही है. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് തന്നെ നശിക്കുന്നു. और भेड़ बकरियां और उसी भेड़शाला में मर रही हैं. സഭയ്ക്കകത്ത് തന്നെ ആടിന്റെ നശീകരണം നടക്കുകയാണ്. कलीसिया के अंदर ही भेड़ें मर रही हैं. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാവുകയില്ല. गौशालाओं में थानों में गाय बैल नहीं है. എല്ലാ നന്മകളും നഷ്ടമാകുന്നു. सारी भलाइयां खत्म हो എല്ലാ रही हैं. അനുഗ്രഹങ്ങളും നഷ്ടമാകുന്നു. सारी आशीषें खत्म हो रही हैं. സകലതും ശൂന്യമാകുന്നു. सब कुछ खाली हो रहा है. ഹബക്കൂക്കേ, നിനക്ക് ഇനി എന്തുണ്ട്? और इन सबों में हबक्कूक अब कैसे जाएंगे? ദൈവം എനിക്ക് തന്ന ദർശനം. फिर भी हबक्कूक कहता है परमेश्वर ने मुझे दर्शन दिया है. ദൈവം എനിക്ക് തന്ന ദർശനം അതാണ് എൻ്റെ കൈമുതൽ. परमेश्वर मुझे दर्शन दे चुका है. वही मेरी संपत्ति है. എല്ലാം നഷ്ടമായാലും ദൈവം തന്നെ ഒരു ദർശനമുണ്ട്. അതാണ് നമ്മുടെ കരുത്ത്, അതാണ് നമ്മുടെ സമ്പത്ത്. कहने का मतलब चाहे सब कुछ खो जाए, परमेश्वर का दर्शन वही मेरी संपत्ति है, वही मेरी हिम्मत है. അതുണ്ടെങ്കിൽ എൻ്റെ പ്രത്യേകത എന്താണ്? और उसके मेरे साथ रहने की खासियत क्या है? ഈ തിന്മകളെല്ലാം പറഞ്ഞിട്ട്, ये सारी भलाई बुराई बताने के ഈ बाद, നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞിട്ട് ये सारी नकारात्मक बातें बताने के बाद ഹബക്കൂക്ക് പറയുന്ന ഒരു വാക്ക്, हबक्कूक कहता है എങ്കിലും. तो भी, എങ്കിലും तो भी, ഈ പ്രതികൂലങ്ങളെല്ലാം ഉണ്ടെങ്കിലും, विरोध है तो भी, സർവം നാശം വിതയ്ക്കുന്നു എങ്കിലും, हर जगह नाश है तो भी, കണ്ണുനീരിന്റെ വഴിയേ ഉള്ളൂ എങ്കിലും, सामने केवल अश्रु मार्ग है तो भी, നഷ്ടത്തിന്റെ വഴിയേ ഉള്ളൂ എങ്കിലും, दुख से भरा रास्ता है तो भी, എതിരികളെ മുൻപിലുള്ളൂ എങ്കിലും, सब कुछ खत्म है तो भी, അകത്തളങ്ങൾ ശൂന്യമായി എങ്കിലും, सब कुछ खाली पड़ा है तो भी, എങ്കിലും तो भी ഞാൻ യഹോവയിൽ ആനന്ദിക്കും. मैं यहोवा में आनंदित होऊंगा. Praise the Lord. हालेलुया, Praise the Lord. हालेलुया, Praise the Lord. हालेलुया, Hallelujah. हालेलुया. പ്രതികൂലങ്ങളുടെ നടുവിൽ ആനന്ദിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പൈതലേ, അല്പസമയം ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ये सब होने के बावजूद भी आनंदित होने वाले हालेलुया. परमेश्वर के लोगों, हम आनंद बनाए. Hallelujah. हालेलुया, Hallelujah. हालेलुया, Hallelujah. हालेलुया, Hallelujah. हालेलुया. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. तो भी मैं यहोवा में आनंदित हूँगा. അടുത്ത വാചകം, अगला पद, അയ്യോ എന്റെ മുൻപിൽ मेरे सामने കുറ്റിക്കാടുകളാണ്, सारे जंगल है, കാല് പുതയുന്ന മണലാരണ്യങ്ങളാണ്, बिल्कुल मरुभूमियां है, അപ്പുറത്തുള്ളത് ചതുപ്പ് നിലങ്ങളാണ്, और हर दलदल समान जगह है, അതിനിപ്പുറത്ത് മൊട്ടക്കുന്നുകളാണ്. और यहाँ एक तरफ खाली पहाड़ियां हैं. ഇതിനെയൊക്കെ അതിജീവിച്ച് കയറാനുള്ള കരുത്ത് എനിക്കില്ല. इन सब पर चढ़ने का बल मुझ में नहीं എന്റെ है, കാലുകൾക്ക് ബലമില്ല. मेरे पैरों में बल नहीं है. പക്ഷെ ഇവിടെ ഹബക്കൂക്ക് പറയുകയാണ്, लेकिन हबक्कूक क्या कहता ഇതൊക്കെ है? ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. ये सब है तो भी मैं आनंदित होऊंगा. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? उसकी वजह पता क्या है? അവൻ എന്റെ കാൽ കലമാൻ പേടയുടെ കാല് പോലെയാക്കുന്നു. वो मेरे पैरों को हिरणी के समान बनाता है. ഏത് സാഹചര്യങ്ങളെയും हर परिस्थितियों में ശക്തിയോടെ पूरी शक्ति के കുതിച്ചു साथ ചാടി കടക്കുവാൻ कूद कर चढ़ने के എന്റെ लिए കാലുകളെ അവൻ मेरे ബലപ്പെടുത്തുകയാണ്. पैरों को वो बल देता ഞാൻ है. അടുത്തു പോവുകയില്ല, मैं हटूंगा ഞാൻ नहीं, തളർന്നു പോവുകയില്ല, मैं थकूंगा ഞാൻ नहीं, ക്ഷീണിച്ചു പോവുകയില്ല, मैं गिरूंगा नहीं, ഞാൻ കുതിച്ചു ചാടും. मैं कूद कर അവൻ चढ़ूंगा. എന്റെ കാലുകളെ, प्रभु मेरे बल को, അവൻ എന്റെ കാലുകളെ मेरे पैर को കലമാൻ പേടയുടെ കാലിന് തുല്യമാക്കുന്നു. बलवंत हरणी के समान ഇനി ഞാൻ बनाता है. താഴോട്ടല്ല പോകുന്നത്, अब मैं नीचे नहीं, ഇനി ഞാൻ ചെളിക്കുണ്ടിലേക്കല്ല अब പോകുന്നത്. मैं खत्म नहीं होऊंगा. അവൻ എന്റെ കാലുകളെ ബലപ്പെടുത്തിയത് കൊണ്ട് वो मेरे पैरों को बल देता है. ഞാൻ ഉയരങ്ങളിലേക്ക് 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 मैं പോകും. ऊंचे स्थानों में ऊंचे पर ऊंचा चढ़ता जाऊंगा. ഞാൻ ഉന്നതികളിലേക്ക് കടന്നു मैं ചെല്ലും. ऊंचे स्थानों पर चलता जाऊंगा, ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലും. ऊंचे पर चढ़ता जाऊंगा. ദൈവവൈതലേ, परमेश्वर के लोगों, ഇനി താഴോട്ടല്ല നീ പോകുന്നത്, अब आपको नीचे की ओर नहीं जाना है, ഉന്നതികളിലേക്കാണ്. ऊपर की ओर जाना है. പരാജയത്തിലേക്കല്ല നീ പോകുന്നത്, हार की ओर नहीं,
വിജയത്തിലേക്കാണ്, जीत की ओर जाना है, തളർച്ചയിലേക്കല്ല നീ പോകുന്നത്, नाश की ओर नहीं, തകർച്ചയിലേക്കല്ല നീ പോകുന്നത്. नाश की ओर नहीं, ബലം പ്രാപിച്ച് बल पाकर, ശക്തി പ്രാപിച്ച് शक्ति पाकर ഉയരങ്ങളിലേക്ക് പോവുകയാണ്. आपको ऊंचे की ओर जाना है, ദർശനം സ്വന്തമാക്കാം, दर्शन को अपना बनाकर, ദർശനത്തിൽ ഉറച്ചു നിൽക്കാം, दर्शन में स्थिर रहकर, ദർശന പ്രാപ്തിക്ക് വേണ്ടി അധ്വാനിക്കാം. दर्शन के पूरा होने की मेहनत में നമ്മുടെ लगकर സഭകൾ अपनी कलीसियाएं ശത്രുവിന്റെ പോരുകളെ തകർത്ത് हर दुश्मन के युद्धों पर जय पाकर ശക്തിയോടെ വളരട്ടെ. शक्ति के साथ बढ़ने पाए। ദൈവമേ അതിന്റെ ഉപകരണമായി എന്നെ മാറ്റണം. हे प्रभु मुझे भी उसका औजार बना। അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. क्यों नहीं हम उसके लिए अपने आप को प्रभु के हाथों में सौंपेंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इन्हीं वचनों के द्वारा प्रभु आपको आशीष दे। താങ്ക് യു. ഗോഡ് ബ്ലസ് യു. प्रभु आपको आशीष दे। हम लोग एक छोटा सा ब्रेक लेंगे, उससे पहले